മാന്യവർ വാസുവേട്ടൻ, മാന്യവർ വാത്തുള്ള സാഹബ്, മാന്യവർ നാസറുദ്ദീൻ ഇളവരൻ, മറ്റ് വേദിയിൽ ഉപവിഷ്ടരായ SDPIയുടെയും ഇതര സംഘടനകളുടെയും നേതാക്കളെ, ശബ്ദം ശ്രവിക്കുന്ന ജനാധിപത്യ വിശ്വാസികൾ, ശാന്തി തേടുന്ന നാദാപുരം എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് നാം ഇന്നിവിടെ സമ്മേളിക്കുന്നത്. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നേരത്തെ അബ്ദുള്ള സാഹിബ് പറഞ്ഞതുപോലെ ലീഗിന് പ്രത്യേകിച്ചൊരു ആനുകൂല്യമൊന്നും കൊടുക്കണമെന്നുള്ള അഭിപ്രായക്കാരനല്ല ഞാൻ. ഈ കലാപത്തിലേക്ക് നയിച്ച, ഏകപക്ഷീയമായ അക്രമത്തിലേക്ക് നയിച്ച സംഭവത്തിൽ ലീഗിൻ്റെ പ്രാദേശിക ലീഡർഷിപ്പ് വഹിച്ച പങ്കാളിത്തം കേരളത്തിന് വിസ്മരിക്കാവതല്ല. മരണപ്പെട്ടയാളുടെ കുടുംബത്തിൻ്റെ വേദനയും കേരളത്തിന് വിസ്മരിക്കാവതല്ല. അതിനേക്കാൾ ഒട്ടും കുറവല്ല ആക്രമിക്കപ്പെട്ട വീടുകളിൽ നിന്ന്, തീവച്ച് നശിപ്പിക്കപ്പെട്ട വീടുകളിൽ നിന്ന്, സ്വന്തം ഭവനങ്ങളിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട ഗുജറാത്തിലേതിന് സമാനമായ ജനവിഭാഗങ്ങളുടെ വേദനയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. മുഖ്യമന്ത്രി സന്ദർശിച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് ബഹുജൻ സമാജ് പാർട്ടിയുടെ പ്രതിനിധികൾ എന്നുള്ള നിലയിൽ ഞാനും അതേപോലെ തന്നെ പാർട്ടിയുടെ സ്റ്റേറ്റ് കൺവീനർ രമേശ് നന്മണ്ടയും സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങളായ പ്രൊഫസർ മുഹമ്മദ് അഷ്റഫും കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് MP അബ്ദുൽ സമദ് സാഹിബും മറ്റ് ജില്ലാ നേതാക്കളായ PT ഗോപാലൻ ഉൾപ്പെടെയുള്ള ആളുകളും നാദാപുരം സന്ദർശിച്ചത്. ആദ്യം ഞങ്ങൾ സന്ദർശിച്ച വീട് കൊല്ലപ്പെട്ട ഷിബിൻ്റെ വീടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവിനെ കണ്ടു. ആ കുടുംബത്തിൻ്റെ വേദനയെ നമുക്ക് ചെറുതായി കാണാൻ സാധിക്കില്ല. സഖാക്കളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെയൊക്കെ ഗ്രാമത്തിൽ കഴിഞ്ഞ 2 വർഷം മുമ്പ് ലീഗുകാർക്ക് ഷുക്കൂറിൻ്റെ ഫോട്ടോ വെച്ച് CPMനെതിരെ ഒരു വികാരം സൃഷ്ടിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ലക്ഷക്കണക്കിന് പോസ്റ്ററുകൾ ഷിബിൻ്റെ ഫോട്ടോ വെച്ച് ഗ്രാമങ്ങളിൽ ഷുക്കൂറിനെ സ്കോർ ചെയ്തുകൊണ്ട് ഫോട്ടോ പതിക്കാൻ CPMമാർക്കൊരവസരം കിട്ടി, DYFIക്കാർക്കും ഒരവസരം കിട്ടി. മുസ്ലിങ്ങളിലേക്ക് നോക്കാൻ പറ്റാത്തൊരവസ്ഥ ഷുക്കൂറിൻ്റെ വധത്തെ തുടർന്ന് CPMന് സൃഷ്ടിക്കപ്പെട്ടിരുന്നു ഗ്രാമങ്ങളിൽ, കേരളത്തിലെ. അതിന് ബദലായി DYFIക്കാർക്കും ഒരവസരമുണ്ടായി എന്നൊരു കാര്യമുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷെ ആ കുടുംബത്തിൻ്റെ വേദനയെ നമ്മളാരും ചെറുതായി കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ പിതാവ് ഞങ്ങളുമായി ഷെയർ ചെയ്തൊരു കാര്യം, ഇവിടെ വരുന്നവരൊക്കെ കൊല്ലപ്പെട്ട ഷിബിനെ മറന്നുപോകുന്നു എന്നാണ് ഒന്ന് അദ്ദേഹം പറഞ്ഞത്. 2, അദ്ദേഹം പറഞ്ഞത് സഖാവ് TP കൊല്ലപ്പെട്ടപ്പോൾ കൊല്ലപ്പെട്ടയാളെ കുറിച്ചായിരുന്നു ചർച്ച. ഇവിടെ ഷിബിൻ കൊല്ലപ്പെട്ടപ്പോൾ TPയെ കുറിച്ചുള്ളതുപോലെ ഒരു ചർച്ച വരുന്നില്ല. 3, അദ്ദേഹം പറഞ്ഞത് ഒരു കൊലപാതകം നടക്കുമ്പോൾ വീടുകൾ അഗ്നിക്കിരയാക്കപ്പെടും. അദ്ദേഹം പറഞ്ഞ വാചകമാണ്, എൻ്റെ കൂടെ സഹപ്രവർത്തകരും ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമാണ്. ഗോത്ര തീവെപ്പിനെ തുടർന്ന് BJP പറഞ്ഞതും ഇതായിരുന്നു. തീവെപ്പാര് നടത്തി, അതെന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ള വിഷയത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ BJPയുടെ CPMന്റെ നേതാക്കളും CPMന്റെ പ്രവർത്തകരും, അതും സ്വന്തം മകന്റെ അകാല വിയോഗത്തിൽ വേദനിക്കുന്ന ഒരു പിതാവിൽ നിന്ന് തന്നെ അത്ര തീവ്രമായ അപകടകരമായ അക്രമത്തെ ന്യായീകരിക്കുന്ന ഒരു പ്രയോഗമുണ്ടാകുമ്പോൾ അത് വളരെ ഗൗരവതരമായ കാര്യമാണ്. CPM ഇപ്പോൾ നടത്തുന്നത് തീക്കളിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ നേരത്തെ SDPIയുടെ ജനറൽ സെക്രട്ടറി മന്യവർ മനോജ് പറഞ്ഞതുപോലെ ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു വിലക്ക്. SP ഓഫീസിൽ പെർമിഷൻ കൊടുത്ത് നാദാപുരത്തേക്ക് പൊക്കോളാൻ പറഞ്ഞു. നാദാപുരത്തെത്തിയപ്പോൾ DYSPക്ക്
ഇന്നലെ ഞങ്ങൾ മീറ്റിംഗ് കൂടി, സർവകക്ഷി കൂടിയിട്ട് സംഘടനകളൊന്നും അങ്ങോട്ട് വരേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളെ ക്ഷണിച്ചില്ലല്ലോ. BSP അങ്ങനെ പൊതുവെ ക്ഷണിക്കാറില്ല. അങ്ങനെ ക്ഷണം കാത്തിരിക്കുന്ന ഒരു പാർട്ടിയുമല്ല BSP. പക്ഷേ ഞങ്ങൾ ലെറ്റർ കൊടുത്തിട്ടാണ് വന്നത്, സ്ഥലം സന്ദർശിക്കാനാണ് വന്നത്. അവിടെ കൊടുത്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കണ്ടല്ലേ പറ്റുകയുള്ളൂ, ആ വീടുകൾ സന്ദർശിച്ചല്ലേ പറ്റുകയുള്ളൂ. DYSPയുമായി 10-20 മിനിറ്റോളം വാഗ്വാദത്തിൽ ഏർപ്പെടേണ്ടി വന്നു. ഇനി നിങ്ങൾ പോകാൻ അനുവദിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ കുത്തിയിരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോഴാണ് സന്ദർശനാനുമതി തന്നെ ലഭിച്ചത്. കലാപത്തിനിരയായവരുടെ വീടുകൾ സന്ദർശിച്ചാൽ, കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിച്ചാൽ സംഘടനകളുടെ നേതാക്കൾ, അങ്ങനെയാണെങ്കിൽ പോലീസ് എന്തിനാണ്? ആഭ്യന്തര വകുപ്പ് എന്തിനാണ്? ഭരണം എന്തിനാണ്? പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുക എന്നുള്ളതാണ് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമെന്ന് മനസ്സിലാക്കിയവരാണ് രാജ്യം ഭരിക്കുന്നത്. ഞങ്ങൾക്ക് മനസ്സിലായത്, അവിടുത്തെ ജനങ്ങൾ ആരാണ് തമ്മിലടിക്കുന്നത്? തമ്മിലടിക്കുന്ന ജനവിഭാഗം ഈഴവരിൽ നിന്ന് മതം മാറിയവരും, ഹിന്ദുത്വ അതല്ലെങ്കിൽ നായർ വിഭാഗത്തിൽ നിന്ന് മതം മാറിയവർ, ദലിതരിൽ നിന്ന് മതം മാറിയവർ, ഇപ്പോഴും മതം മാറാത്തവർ, അതല്ലെങ്കിൽ മതം മാറ്റപ്പെട്ട് തെറ്റായ മതം തങ്ങളുടെ മതമാണെന്ന് വിശ്വസിച്ച് മുസ്ലിങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തുന്ന ആളുകളും തമ്മിലായിട്ടാണ് ഇപ്പോൾ തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തമ്മിലടി അവസാനിക്കണമെങ്കിൽ നാദാപുരത്ത് ശാന്തി ഉണ്ടാവണമെങ്കിൽ പ്രാഥമികമായിട്ടെങ്കിലും ഒരു കാര്യം അവിടെ നടക്കേണ്ടതുണ്ട്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ സ്വന്തം പാർട്ടിക്കുള്ളിലെ ഗുണ്ടകളെ, സ്വന്തം പാർട്ടിക്കുള്ളിലെ അക്രമികളെ, സ്വന്തം ബന്ധുക്കളുടെ വീട്ടിൽ പോലും കിണർ മാലിന്യപ്പെടുത്തുന്ന, അവരുടെ പേരിൽ കള്ളക്കേസ് കൊടുക്കുന്ന ആളുകളെ പാർട്ടി നേതാക്കളായി കൊണ്ടു നടക്കുന്നതിൽ നിന്ന്, പാർട്ടിയുടെ പ്രവർത്തകരായി കൊണ്ടു നടക്കുന്നതിൽ നിന്ന് മുസ്ലിം ലീഗും CPM-ഉം പിന്മാറേണ്ടിയിരിക്കുന്നുവെന്നാണ്, അവരെ കൈയൊഴിയേണ്ടിയിരിക്കുന്നുവെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അങ്ങനെ വരുമ്പോൾ നാദാപുരം ശാന്തിയുടെ മണ്ണിലേക്ക് പോകും. നാദാപുരത്തെ ജനത എന്താഗ്രഹിക്കുന്നുവെന്ന് അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം MIM ഓർഫനേജിലായിരുന്നു നാദാപുരം. ഞങ്ങൾ കല്ലാച്ചി ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. നേരത്തെ അബ്ദുള്ള സാഹിബ് സൂചിപ്പിച്ചതുപോലെ കാര്യങ്ങൾ ചിലതൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലും ഒന്നല്ല ഞാൻ. ഇത് ഒരു മാസം കൊണ്ടുണ്ടായ ആസൂത്രിതമായ ഒരു ഒരുക്കങ്ങളും കലാപങ്ങളും ഒന്നുമല്ല, അക്രമവുമല്ല. അന്ന് 8ാം ക്ലാസ്സിലെത്തിയപ്പോഴാണ് SFI-ക്കാരും MSF-കാരും വിദ്യാർത്ഥികൾക്കിടയിലേക്ക് പോലും വിഷം എങ്ങനെയാണ് കുത്തിവെക്കുന്നത് എന്ന് എനിക്ക് നേരിട്ട് അനുഭവം ഉണ്ടായത്. ലീഗുകാരനെ ആക്രമിച്ചാൽ ലീഗുകാരൻ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്നതിന് പകരം മുസ്ലിം ലീഗ് പെട്ടെന്ന് പറയുക മാപ്പിള ആക്രമിക്കപ്പെട്ടു എന്നാണ്. ഇത് മുസ്ലിം ലീഗ് പ്രയോഗിച്ചിട്ടുണ്ട്. CPM-കാരൻ ലീഗുകാരനെ ആക്രമിച്ചാൽ അത് ലീഗുകാരനെയാണ് ആക്രമിക്കുന്നത്. തിരിച്ച് SFI-യുടെ കുട്ടികൾ ലീഗുകാരുമായി MSF-കാരുമായി എന്തെങ്കിലും സംഘർഷമുണ്ട്, വിദ്യാർത്ഥികളെ തല്ലാൻ തിരഞ്ഞെടുക്കുമ്പോൾ പുറം വീതിയുള്ള കുട്ടികളാണ് മാപ്പിളക്കുട്ടികളെ ഐഡന്റിഫൈ ചെയ്യാനുള്ള വഴി അതാണ് എന്ന് അന്നേ SFI സഖാക്കൾ പഠിപ്പിച്ചിരുന്നു. അതിന്റെ വിലയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഞങ്ങൾ എത്തിങ്ങാനയിലെ കുട്ടികൾ യൂണിഫോമിലായിരുന്നു, തൊപ്പിയൊക്കെ ഇട്ടതായതുകൊണ്ട് ഞങ്ങളെ പെട്ടെന്ന് മാറ്റി നിർത്തും ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നൊക്കെ. വലിയ അടി നടക്കുകയാണെങ്കിലും ഞങ്ങൾക്ക് അടി കൊള്ളാറില്ലായിരുന്നു. കാരണം അതിന്റെ ഒരു വൈകാരിക തലം മറ്റൊരു തലത്തിൽ CPM-ന് ചെല്ലുമെന്നുള്ളത് കൊണ്ട് CPM കുറച്ചതിൽ റിസർവ് ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്കറിയാമായിരുന്നു, ഞങ്ങൾക്ക് നേരിട്ട് അനുഭവമായിരുന്നു അത്. കൊച്ചുകുട്ടികളിൽ പോലും ഒരു മുസ്ലിം വിരുദ്ധത തങ്ങളുടെ രാഷ്ട്രീയം വളർത്തുന്നതിന് വേണ്ടി CPM വളരെ ആസൂത്രിതമായി പതിറ്റാണ്ടുകൾക്ക് മുമ്പേ, 22 വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്, പതിറ്റാണ്ടുകൾക്ക് മുമ്പേ അവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. അതിലവർ ഒരളവ് വരെ വിജയിച്ചിട്ടുമുണ്ട്. ഇടക്കാലത്ത് ഈ തല്ലും മറ്റുമൊക്കെ കുറഞ്ഞതിന്റെ കാരണം അവിടെ നവരാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വന്നതുകൊണ്ട് തന്നെയാണ്. അടിക്ക് തിരിച്ചടി കിട്ടുമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ തന്നെയാണ്. അല്ലാതെ സമാധാനത്തെ അങ്ങ് കാംക്ഷിച്ചത് കൊണ്ട് CPM-കാർ അടി നിർത്തിയതൊന്നുമല്ല.
ദലിതർക്കും പിന്നോക്കക്കാർക്കും മുസ്ലിങ്ങൾക്കുമിടയിൽ ഒരു സൗഹൃദത്തിന്റെ പാത രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നവപ്രസ്ഥാനങ്ങളുടെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് നാദാപുരത്ത് ഇപ്പോൾ നമ്മൾ കാണുന്ന ശാന്തിയെങ്കിലും നിലനിൽക്കുന്നത്. തൂണേരിയിൽ അത് ഒതുങ്ങിയത്. മുമ്പത്തെ നാദാപുരമായിരുന്നുവെങ്കിൽ അത് തൂണേരിയിൽ മാത്രം ഒതുങ്ങില്ലായിരുന്നു. നാദാപുരത്ത് മുമ്പുണ്ടായ സംഭവങ്ങളുടെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചോളൂ. വാണിമേലിൽ കലാപം ഉണ്ടായാൽ അത് നാദാപുരം ടൗണിലും ആ കലാപത്തിന്റെ പ്രതിധ്വനി ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ അതങ്ങനെ ഉണ്ടാവാതെ പോയത്, ആ കലാപം വ്യാപിക്കാതിരുന്നത് ഈ നവപ്രസ്ഥാനങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണ് എന്ന് 100 വട്ടം അടിവരയിട്ട് പറയാൻ എനിക്ക് കഴിയും. മറ്റൊന്ന്, പലരും പറയുന്നത് മതേതരത്വം തിരിച്ചെടുക്കാൻ CPM-ന്റെ ഒക്കെ പിന്നാലെ പോകണമെന്നാണ്. CPM-ന് ഇനി അതിന് കഴിയൂ? CPM എവിടെ എത്തിയിരിക്കുന്നു? അടുപ്പിലെത്തിയിരിക്കുന്നു. സമരം അടുപ്പുകൂട്ടി സമരമാണ്. ഈ അടുപ്പുകൂട്ടി സമരത്തിന്റെ കൾച്ചർ എന്താണ്? പൊങ്കാലയിൽ നിന്നാണ്. സവർണ കൾച്ചറിനെ CPM-ന് ഏറ്റെടുക്കാൻ ഒരു മടിയുമില്ല. ഇപ്പൊ CPM-കാര് അമ്പലങ്ങളുടെ കമ്മിറ്റികളിലേക്ക് ഇടിച്ചു കയറുകയാണ്, പള്ളിയുടെ കമ്മിറ്റികളിലേക്ക് ഇടിച്ചു കയറുകയാണ്. അമ്പലങ്ങളെ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് സ്വീകരിക്കാൻ പറ്റുക? ഇതാണ് ഞങ്ങൾ പറയുന്നത്. ഇന്ത്യയിലെ കമ്മ്യൂണിസം ബ്രാഹ്മണിസത്തിന് അടിയറ വെച്ച പാർട്ടിയാണ് എന്ന്. അതുകൊണ്ടാണ് അതിന് വളരാൻ പറ്റാതെ പോയത്. അതിന് നേതൃത്വം കൊടുക്കേണ്ടിയിരുന്നത് ഇന്ത്യയിലെ ദലിതുകൾ, പിന്നോക്കക്കാരായിരുന്നു. പക്ഷേ ബ്രാഹ്മണം മുതൽ നായർ വരെയുള്ളവരാണ് CPM-ന് നേതൃത്വം കൊടുക്കുന്നത്. ആ CPM-ൽ നിന്ന് വിപ്ലവം പ്രതീക്ഷിക്കാമോ? ആ CPM-ൽ നിന്ന് വിപ്ലവം പ്രതീക്ഷിക്കാമോ? പ്രതീക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ CPM 4-മത്തെയും 5-മത്തെയും സ്ഥാനങ്ങൾക്ക് വേണ്ടി മത്സരിക്കുന്ന പശ്ചിമ ബംഗാളിൽ തൊട്ടുകൂട്ടാൻ പോലും ഇല്ലാത്ത രൂപത്തിൽ CPM മാറുമ്പോൾ തൊട്ടുടനെ BJP രംഗത്തേക്ക് വരുന്നത്. CPM ഗ്രാമങ്ങൾ ഒരു സുപ്രഭാതത്തിൽ BJP-ആയി മാറുന്നതിന്റെ രാഷ്ട്രീയം എന്താണ്? CPM ഇതുവരെ കൈകാര്യം ചെയ്ത സവർണ രാഷ്ട്രീയം തന്നെയാണ്. CPM ഉയർത്തിപ്പിടിച്ച സവർണ രാഷ്ട്രീയം തന്നെയാണ് ഇന്ന് BJP-യുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നത്. ഇത് തിരിച്ചറിയാതെ പോകരുത്. CPM-ലല്ല നമ്മുടെ സെക്യുലറിസത്തിന്റെ പ്രതീക്ഷയുള്ളത്. ആം ആദ്മി പാർട്ടിയിലുമല്ല സെക്യുലറിസത്തിന്റെ പ്രതീക്ഷയുള്ളത്. ഇന്ത്യയിലെ ദലിതർ, ഇന്ത്യയിലെ പിന്നോക്കക്കാർ, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, ഇന്ത്യയിലെ ഇതര ന്യൂനപക്ഷങ്ങൾ എന്നാണോ ഭരണാധികാരികളായി മാറണമെന്ന് ആഗ്രഹിക്കുന്നത് എന്ന് തീരുമാനിക്കുന്നത്, അപ്പോഴേ ഇന്ത്യയിലെ യഥാർത്ഥ സെക്യുലറിസം പുലരുകയുള്ളൂ എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് ബഹുജൻ സമാജ് പാർട്ടിക്കാർ. SDPI-യും അങ്ങനെയാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഭരണാധികാരികളായി മാറണം. മാസത്തിൽ 20,000 ലിറ്റർ വെള്ളം കിട്ടിയതുകൊണ്ട് അത് ചെറിയ കാര്യമല്ല, നല്ല കാര്യമാണ് ഒരു സാധാരണ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഭരണം എന്ന താക്കോലിനെ, അധികാരം എന്ന താക്കോലിനെ എക്കാലവും ബ്രാഹ്മണന്റെയും ക്ഷത്രിയന്റെയും വൈശ്യന്റെയും, ബ്രാഹ്മണനേക്കാൾ വലിയ ജാതി കൊണ്ട് നടക്കുന്ന ശൂദ്രന്മാരുടെയും കേരളത്തിലെ നായർ വിഭാഗത്തെ പോലെയുള്ളവരുടെയും കയ്യിലേക്ക് ഇന്ത്യയുടെ, ഡൽഹിയുടെ, കേരളത്തിന്റെ, ബംഗാളിന്റെ, ത്രിപുരയുടെ, ബീഹാറിന്റെ, ഒറീസയുടെ ഭരണം ഏൽപ്പിച്ചു കൊടുത്തിട്ട് അങ്ങ് വിമോചിപ്പിച്ചു കളയാം നമ്മളെ എന്ന് വിശ്വസിക്കുന്നവരല്ല ഇന്ത്യയിലെ ദലിത് പിന്നോക്ക ന്യൂനപക്ഷ കൂട്ടായ്മയുടെ ഐക്യത്തിന്റെ പ്രസക്തി മനസ്സിലാക്കിയവർ. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് വന്ന്, കോൺഗ്രസ് പോയി, പിന്നെ BJP-യെ മാധ്യമങ്ങൾ കൊണ്ടുവന്നു. അവർക്കും പോകാൻ സമയമായപ്പോൾ ഇവർ അവതരിപ്പിച്ച വൈശ്യരുടെ നേതൃത്വത്തിലുള്ള ഒരു പുതിയ മുന്നേറ്റം എന്നുള്ളതിലുപരി അതിനെ കാണേണ്ടതില്ല. സംവരണ വിഷയം ഉൾപ്പെടെ അവരുടെ നിലപാട് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും. ഇപ്പോഴും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഞാൻ പറയുന്നത് CPM-ന് അവരെ പിന്തുണക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ നമ്മുടെ ഭരണം, ഇന്ത്യയിലെ ദലിതരുടെയും പിന്നോക്കക്കാരുടെയും ന്യൂനപക്ഷങ്ങളുടെയും നേതൃത്വത്തിലുള്ള ഒരു ഭരണം, അത് രാജ്യത്ത്, അത് വിവിധ സംസ്ഥാനങ്ങളിൽ, കേരളത്തിലും വരുമ്പോൾ മാത്രമാണ് യഥാർത്ഥ നീതി പുലരുകയുള്ളൂ എന്ന് ഉറച്ചു വിശ്വസിക്കണം. അങ്ങനെയുള്ള ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ടു പോകാൻ നമുക്ക് സാധിച്ചാൽ നാദാപുരങ്ങൾ ആവർത്തിക്കാതെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഒരു പൊൻപുലരി നമ്മുടെ ഈ രാജ്യത്ത്, ഈ കേരളത്തിൽ തുടർന്നും സാധ്യമാകും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നാദാപുരത്തെ പീഡനം അനുഭവിച്ച, അട്ടിയോടിക്കപ്പെട്ട എല്ലാ കുടുംബങ്ങളോടും ഉള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഭാരത്. അടുത്തതായി മെക്ക സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ
ഈ അബ്ദുൾ റഷീദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലുള്ള ബഹുമാന്യ സഹോദരങ്ങളെ, ഈ സംഗമത്തിൽ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നാം ഒരു വിഷയത്തെക്കുറിച്ച് വളരെ അധികം വിശകലനം ചെയ്ത് ഇവിടെ സംസാരിക്കുകയുണ്ടായി. കഴിഞ്ഞ 25 വർഷമായി മുസ്ലിം മറ്റു പിന്നോക്ക വിഭാഗങ്ങളുടെ ഭരണഘടനാപരമായ നീതി നിഷേധത്തിനെതിരെ നിശബ്ദ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിം എംപ്ലോയീസ് കൾച്ചറൽ അസോസിയേഷന്റെ പ്രതിനിധിയായിക്കൊണ്ടാണ് നിങ്ങളെ ഞാൻ അഭിമുഖീകരിക്കുന്നത്. ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഈ സമൂഹത്തിന്റെ വിദ്യാഭ്യാസപരമായ ഉയർച്ചയിലൂടെ മാത്രമേ നമുക്ക് പുരോഗതി ഉണ്ടാകൂ എന്ന് അത് ഇന്ന് പ്രായോഗികവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നൂറ്റാണ്ടിന്റെ നേട്ടം, ഈ നൂറ്റാണ്ടിന്റെ ആരംഭങ്ങളിലുണ്ടായിരിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിലുള്ള മുസ്ലിങ്ങളുടെയും പുരോഗതി നാം ഒന്ന് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ മുദ്രാവാക്യമായി നാം ഉയർത്തിവിട്ടത് ഉദ്യോഗമാണ്. ഉദ്യോഗം വെറും ധനസമ്പാദനത്തിനു മാത്രമല്ല, ഉദ്യോഗം നമ്മുടെ ജീവിത നിലവാരം ഉയർത്തും എന്നുള്ളത് മാത്രമല്ല, ഈ അധികാരത്തിൽ ഒരു പങ്കാളിത്തം നമുക്ക് ആവശ്യമാണ്. ഇവിടത്തെ അഗസ്തിത പീഡിത വർഗത്തിന് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനാണ് ശ്രദ്ധ ചെലുത്തിയത്. ഞാൻ ഇവിടെ മുൻപ് സംസാരിച്ച മാന്യ സഹോദരങ്ങൾ പറഞ്ഞ വാക്കുകൾ അക്ഷരം പ്രതി വിയോജിപ്പിച്ചുകൊണ്ടും ചില മഹാഭൂരിപക്ഷം അംഗീകരിച്ചുകൊണ്ടും ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ ഉണർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാം അടുത്തു നേടേണ്ടത് എംപവർമെന്റാണ്. മുസ്ലിങ്ങളുടെ ശക്തി, മുസ്ലിം യുവതയുടെ ശക്തി, മുസ്ലിം സമുദായത്തിന്റെ ശക്തി എന്തിനു വേണ്ടിയെന്ന് നമ്മൾ ആലോചിക്കണം. എവിടെ നമ്മൾ നിൽക്കുന്നു എന്ന് ആലോചിക്കണം. ഇവിടെ നാദപുരത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. എൻ്റെ മാന്യ സഹോദരങ്ങൾ, ഇതിനോട് സമാനമായ ഒരു സംഭവം തൃശൂർ ജില്ലയിലെ ശോഭാ സിറ്റിയിൽ ഉണ്ടായി. അവിടെ ആരാണ് അതിൻ്റെ പ്രതി? ആ പാവപ്പെട്ട സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരനെ ഈ ലോകത്തു നിന്ന് യാത്രയാ പറഞ്ഞത് എന്തിൻ്റെ പേരിലാണ്? അവിടെ എന്താണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കണം. അവിടെ കണ്ടത്, നാം എപ്പോഴും പറയും ഇവിടെ നീതി നിഷേധിക്കപ്പെടുന്നു, നീതി ആരുടെ കൂടെ നിൽക്കുന്നു എന്ന്. അവിടെ ലെജിസ്ലേച്ചറിന്റെ ആൾക്കാരുണ്ട്, എക്സിക്യൂട്ടീവിന്റെ ആൾക്കാരുണ്ട്, ഈവൻ ജുഡീഷ്യറിയെ പോലും വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു വ്യക്തി കാട്ടിക്കൂട്ടിയ പേക്കൂത്താണ്. അതിന് നമ്മൾ ആരും ശ്രദ്ധിക്കപ്പെടുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നു, ഇന്നത്തെ ഭൗതിക വിദ്യാഭ്യാസം നേടിയ ഒരു മൈനോറിറ്റി നമ്മുടെ ഇടയിൽ അതേ കൾച്ചറിൽ വളർന്നു വരുന്നു. അവരെ നിയന്ത്രിച്ചില്ലെങ്കിൽ, അവരുടെ ചെയ്തികൾക്ക് ഒരു ചെറിയൊരു തടസ്സം സൃഷ്ടിച്ചില്ലെങ്കിൽ ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. ശോഭാ സിറ്റിയിലായതുകൊണ്ട് അത് സംഭവിച്ചില്ല, നാദപുരം ആവർത്തിച്ചില്ല. പക്ഷെ വേറെ സ്ഥലങ്ങളിലാണെങ്കിൽ അത് മതി, വേറെ എത്രയോ സംഭവങ്ങളുണ്ടാവും. അപ്പോൾ നാം എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയിരിക്കുന്നത് എന്ന് ഞാനും നിങ്ങളും ആലോചിക്കണമെന്നാണ് പറയാനുള്ളത്. നേരത്തെ പറഞ്ഞ സംഘടനയുടെ വക്താക്കൾ പറഞ്ഞു, നാം ആരാണ്?
നാം ആരാണെന്ന് ചിന്തിക്കണം. നമ്മുടെ ആദർശം എന്താണെന്ന് ചിന്തിക്കണം. ആ ആദർശത്തിന് അത്താണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് ഞാനും നിങ്ങളും നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കണം. ആദമിന്റെ മക്കളല്ലേ നമ്മൾ? നമുക്കൂടെ ഉച്ചനീചത്വമുണ്ടോ? ഞാനും നിങ്ങളും കർവാപ്പസി അന്വേഷിച്ചു പോയാൽ എവിടെ ചെന്ന് നിൽക്കും? പക്ഷെ ഇന്ന് നമ്മൾ വലിയ സവർണന്മാരായിട്ടാണ് നമ്മൾ പെരുമാറുന്നില്ലേ എന്ന് ഞാൻ നിങ്ങളോട് ഒന്ന് ആലോചിക്കണമെന്നാണ് പറയാനുള്ളത്. അത് മാറ്റണം. അത് മാറ്റിയാൽ മാത്രമേ ഈ നാട്ടിൽ സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം വെച്ചാൽ നമ്മൾ ആദർശത്തിൽ നിന്നും പോയി. നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാമിന്റെ ആദർശത്തെ ഇല്ല. നമ്മൾ പല തട്ടുകളിലാണ്. സമുദായം പല തട്ടിലാണ്. രാഷ്ട്രീയമായി പല തട്ടിലാണ്. മനുഷ്യന് ഐക്യമില്ല. അവനെ ഐഡന്റിഫൈ ചെയ്യുന്നത്, അവനെ തിരിച്ചറിയുന്നത് അവന്റെ മതസംഘടനയിൽ കൂടിയോ അവന്റെ രാഷ്ട്രീയ സംഘടനയിൽ കൂടിയോ. സഹോദരങ്ങളെ, ഇത് മാറണം. നമ്മൾ ആദമിന്റെ മക്കളാണെന്നുള്ള നിലയിൽ ആദമിന്റെ മക്കൾ എങ്ങനെ ജീവിക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ച പോലെ, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ നമ്മൾ മുന്നോട്ട് വരണം. അപ്പോൾ സമാധാനം ഉണ്ടാവും. അല്ലാതെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ ഇവിടെ കുറെ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് കുറെ നേട്ടങ്ങളുണ്ടായി, നമുക്ക് കുറെ പുരോഗതി ഉണ്ടായി, നമുക്ക് കുറെ അഭിവൃദ്ധി ഉണ്ടായി. ആ അഭിവൃദ്ധിയുടെ ഒരംശം നമ്മുടെ അടുത്ത് താമസിക്കുന്ന നമ്മുടെ സഹജീവികളോട് എത്രമാത്രം കരുണ കാണിക്കുന്നുണ്ട് എന്ന് ഈ ആദർശത്തിന്റെ ബലത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കണം. ഞാനിവിടെ പറഞ്ഞ സഹോദരങ്ങൾക്ക് നിന്ന് അല്പവിഭിന്നമായി നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അപ്പൊ അതിന് ആരാണ് ഇതിന് ഉത്തരവാദി? നാം ഓരോരുത്തരും തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കർത്തവ്യം ഇവിടെ നിർവഹിക്കപ്പെടുന്നില്ല. നിങ്ങൾ ഏത് രാഷ്ട്രീയ വിഭാഗത്തിലായിക്കോ, നിങ്ങൾ ഏത് സമുദായ വിഭാഗത്തിലായിക്കോ, നിങ്ങൾ മനുഷ്യനാണ്. മനുഷ്യത്വം നഷ്ടപ്പെടാൻ പാടില്ല. മനുഷ്യധർമ്മം നിലനിൽക്കണം. അതിന് ഇന്ത്യ മഹാരാജ്യത്ത് വളരെ വ്യക്തമായ ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന ഇന്ന് പരിഗണിക്കപ്പെടുന്നില്ല. ഇവിടെ നീതി നിഷേധിക്കപ്പെടുന്നവന് ലെജിസ്ലേഷന്റെ സപ്പോർട്ട് കിട്ടുന്നില്ല. ഇവിടെ നീതി നിഷേധിക്കപ്പെടുന്നവന് എക്സിക്യൂട്ടീവിന്റെ സപ്പോർട്ട് കിട്ടുന്നില്ല. ഇവിടെ നിഷേധിക്കുന്നവന് ജുഡീഷ്യറിയുടെ സപ്പോർട്ട് കിട്ടുന്നില്ല. ഇവിടെ നീതി നിഷേധിക്കുന്നവന് സത്യത്തിന്റെ മാർഗത്തിൽ, നീതിയുടെ മാർഗത്തിൽ ഒരു നാലാമത്തെ വിഭാഗമായ ഫോർത്ത് എസ്റ്റേറ്റിന്റെ സപ്പോർട്ട് കിട്ടുന്നില്ല. അവിടെയെല്ലാം അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു. ഇതല്ലേ 32% വോട്ട് വാങ്ങിക്കൊണ്ട് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്? ഈ ഫോർത്ത് എസ്റ്റേറ്റിന്റെ അവിഹിതമായ ഏർപ്പാടുകളല്ലേ അത് സംഭവിച്ചത്? അതിന് കൂട്ടുനിന്നതാരാ? നമ്മൾ മനസ്സിലാക്കണം. ഈ രീതിയിൽ ഓരോ വിഷയത്തെയും നമ്മൾ അനലൈസ് ചെയ്യണമെങ്കിൽ നമുക്കിതിന് ഉത്തരം കിട്ടും. ഞാൻ നേരത്തെ സമയക്കുറവ് കൊണ്ട് ചില ടച്ച് കാര്യങ്ങൾ മാത്രം, ചില പോയിന്റ്സുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ പോവുകയാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ 75-80 കാലഘട്ടത്തിൽ നിങ്ങൾക്കൊരു 2 വീലർ വാങ്ങിക്കുവാൻ എന്ത് ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് ഈ 2015 അല്ലെങ്കിൽ ഈ നൂറ്റാണ്ട് തുടങ്ങിയതിന് ശേഷം നമുക്ക് പൈസ ഉണ്ടെങ്കിൽ, പൈസ ഇല്ലെങ്കിലും ഏത് ഷോറൂമിൽ ചെന്നാലും ഏത് മോഡൽ വണ്ടിയും കിട്ടും. 2 വീലറല്ല, 4 വീലറല്ല, എന്താ അല്ല. മുമ്പത്തെ അവസ്ഥ എന്താണ്? ഒരു മാരുതി കാർ കിട്ടണമെങ്കിൽ എത്ര കാലം കാത്തിരിക്കണമായിരുന്നു? അത് എന്തിന്റെ ഭാഗമാണ്? ഇവിടെ ലിബറലൈസേഷൻ ഉണ്ടായി, ഇവിടെ പ്രൈവറ്റൈസേഷൻ ഉണ്ടായി, ഇവിടെ ഗ്ലോബലൈസേഷൻ ഉണ്ടായി. അതിന്റെ ഒരു ആസ്വാദനം നമ്മൾ നേടിടുകയാണ്. നമ്മൾ ആസ്വദിക്കുകയാണ്. ആസ്വദിച്ചങ്ങ് സായുജ്യമടയുകയാണ്. ആ സായുജ്യമടയപ്പോൾ നമ്മുടെ കുറെ മൂല്യങ്ങളുടെ നഷ്ടപ്പെടുകയാണ്. എല്ലാ അർത്ഥത്തിലും നമ്മുടെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത് എന്ന് പ്രിയ സഹോദരങ്ങൾ മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞത് മതസംഘടനകൾ അവർക്ക് വേണ്ടി മാത്രം, അവരുടെ അംഗങ്ങൾക്ക് വേണ്ടി മാത്രം, രാഷ്ട്രീയ സംഘടനകൾ അവർക്ക് വേണ്ടി മാത്രം. ഇവിടെ ഒരു മഹാഭൂരിപക്ഷം വരുന്ന നിരപരാധികളായ അധ്വാനിക്കുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി ആരുമില്ല. ഈ വിഭാഗങ്ങളെ വിഭിന്നമായി നോക്കിയാൽ ഒരു മഹാഭൂരിപക്ഷം അവിടെ നിൽക്കുന്നു. ഈ നാദപുരത്തിലെ ഇരകൾ അവരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ മണലാരണ്യത്തിൽ രക്തം വിയർപ്പാക്കി ഈ കാലാവസ്ഥയെ, പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ച്
ഒരു പുരുഷായുസ് നേടിയത് അസൂയ പൂണ്ട കാപാലികർ മാറ്റി. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇതിന് മാറ്റം ഉണ്ടാവണം. ഇതിന് മാറ്റം ഉണ്ടാവണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വിഭിന്നമായ ഒരു ചിന്താധാര നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സഹോദരങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അർഹമായ രീതിയിൽ ഈ സർക്കാരിൽ നിന്ന് വാങ്ങിക്കൊടുക്കുവാനുള്ള ഒരു തുടക്കമാകട്ടെ ഈ നമ്മുടെ ഒത്തുകൂടലെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഏവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന CPM-ന്റെ വർഗീയ രാഷ്ട്രീയത്തിൽ മനംനൊന്ത് ഇടതുപക്ഷത്തിന്റെ തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം വലിച്ചെറിഞ്ഞ CP അബ്ദുസലാം അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന അധ്യക്ഷൻ, എൻ്റെ നാട്ടുകാരൻ കൂടിയായ അമീർ സാഹിബ്, ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാന്യ അബൂബക്കർ സാഹിബ്, വേദിയിലുള്ള മഹത് വ്യക്തിത്വങ്ങളെ, എൻ്റെ മുമ്പിലിരിക്കുകയും നിൽക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, സഹോദരന്മാരെ, ഏതാണ്ട് 3 മണിക്കൂറിലധികമായി ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങളെ കൂടെ ഞാനും ഇവിടെ ഇരിക്കുകയായിരുന്നു. പ്രസംഗങ്ങളിലേറെയും പ്രതിപാദിച്ചത് എൻ്റെ നാദാപുരത്തെക്കുറിച്ചാണ്. എൻ്റെ നാദാപുരം എന്ന് പറയുമ്പോൾ എന്നെ പ്രസവിച്ച നാദാപുരം, ഞാൻ ഇത്രയും കാലം ജീവിച്ച നാദാപുരം, ഞാൻ അഭിമാനത്തോടു കൂടി എവിടെയും പറയാറുള്ള എൻ്റെ നാദാപുരം, നിങ്ങളുടെയൊക്കെ പ്രദേശം പോലെ തന്നെ സുന്ദരവും മനോഹരവുമായ നാദാപുരം, പ്രകൃതി രമണീയമായ ഒരു പ്രദേശം. എൻ്റെ നാദാപുരത്തിന് എന്ത് പറ്റി എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ആ ചോദ്യം തന്നെയാണ് ഇവിടെ നമ്മളെല്ലാവരും ഒത്തുചേരാൻ കാരണമായത്. ഈ പരിപാടിയിലേക്ക് എന്നെ എൻ്റെ സുഹൃത്തുക്കൾ ക്ഷണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മറുപടി തരാം, ഒന്ന് ആലോചിച്ച് മറുപടി തരാം. ഞാനങ്ങനെ എൻ്റെ നാട്ടിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ ചോദിച്ചു, എന്നെ ഇങ്ങനെ SDPI ഒരു ഐക്യദാർഢ്യ റാലി, അതുമായി ബന്ധപ്പെട്ട സമ്മേളനത്തിൽ സംസാരിക്കാൻ ക്ഷണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴേ അവരെനിക്ക് നൽകിയ നിർദ്ദേശം, ധൈര്യമായി പോയിക്കൊള്ളൂ. കാരണം നിന്റെ നാടിൻ്റെ ചിത്രം ഈ ലോകത്തെ അറിയിക്കാൻ കഴിയുമെങ്കിൽ അത് ഏത് പാർട്ടി വിളിച്ചാലും ഏത് സ്ഥലത്തേക്കായാലും ധൈര്യമായി പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞത് എനിക്കൊരു ആവേശമായിരിക്കുക. ഞാനൊരു പാർട്ടിയുടെയും അംഗത്വമില്ലാത്തൊരു വ്യക്തിയാണ്, ഇപ്പോഴില്ല. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇത്രയും വലിയ ഒരു ജനക്കൂട്ടത്തെ എനിക്കിതുവരെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ ഒരുപാട് പ്രസംഗിച്ച് നടക്കുന്നൊരു വ്യക്തിയുമല്ല. അധികവും സ്വകാര്യമാണ് ഞാൻ പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ എന്ത് തുടങ്ങണം, എന്ത് പറയണമെന്നുള്ളത് ഒരു വലിയ പ്രയാസമായി എന്നിൽ അനുഭവപ്പെടുക. പലരും എന്നോട് പറഞ്ഞു, നല്ലോണം പ്രിപ്പയർ ചെയ്തു പോകണം. എന്ത് പ്രിപ്പയർ ചെയ്യാൻ? സർവ്വതും നഷ്ടപ്പെട്ട എൻ്റെ നാട്ടിലെ ജനങ്ങൾ, അവരുടെ ദീനരോധനങ്ങൾ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുമ്പോൾ ഒന്നിനും കഴിയുന്നില്ല. ഞാൻ എൻ്റെ പൊതുപ്രവർത്തന രംഗത്ത് ഏതാണ്ട് 10-25 വർഷത്തോളം ഇതുവരെ അനുഭവപ്പെടാത്ത വലിയ വേദനയാണ് യഥാർത്ഥത്തിൽ അനുഭവപ്പെടുന്നത്.
ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ, നേരത്തെ പലരും പറഞ്ഞു, മുസ്ലിം ലീഗ് സമുദായത്തിൻ്റെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പ്രസ്ഥാനം, അതുപോലെ CPM, ഞാൻ ഇത്രയും പാർട്ടി, അവർ ഞങ്ങളെ ചതിക്കുകയായിരുന്നു, ഞങ്ങളെ വിഡ്ഢികളെയൊക്കെയായിരുന്നു, ഞങ്ങളെ നാട്ടിലെ ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു. 1974 തൊട്ട് അവിടെ തുടങ്ങിയതാണ് ഈ അംഗം. നിങ്ങൾക്ക് പലർക്കും അറിയാം, കടത്തനാടിൻ്റെ മണ്ണാണ് നാദാപുരത്തിൻ്റെ മണ്ണ്. അന്ന് ചേകവന്മാരായിരുന്നു, അന്നത്തെ ഭരണ നേതാക്കന്മാർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ചേകവന്മാരെയായിരുന്നു അന്ന് നമ്മൾ ചരിത്രത്തിൽ കണ്ടത്. ഇന്ന് അതിന് പകരം രാഷ്ട്രീയ മേലാളന്മാർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന സാധാരണക്കാരനെയാണ് അവിടെ കാണാൻ കഴിയുന്നത്. 74 കൂലി ചോദിച്ചതിൻ്റെ പേരിൽ ഒരു കർഷക തൊഴിലാളിയായ കുഞ്ഞിരാമനെ വാണിമേൽ അങ്ങാടിയിൽ വെച്ചു കൊലപ്പെടുത്തി. അതിൽ നിന്ന് പിന്നെ അങ്ങോട്ട് ആ നാടിൻ്റെ ശാന്തി അവസാനിക്കുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഓരോ ദിനരാത്രങ്ങളും നാദാപുരത്തിനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദിനരാത്രങ്ങളായിരുന്നു. ഡസൻ കണക്കിന് കൊലപാതകങ്ങൾ പല വർഷങ്ങളിലായി അവിടെ നടന്നു. 1974 ശേഷം 84 അതിഭീകരമായ കലാപം അവിടെ നടന്നു. അന്ന് ഒരു പാർട്ടിയുടെ മഹാനായ ഒരു നേതാവിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു ആ കലാപം നടന്നത്. അന്ന് ഒരുപാട് തെങ്ങുകൾ, ഞങ്ങളെ തീറ്റിപ്പോറ്റിയിരുന്ന തെങ്ങുകൾ നാമാവശേഷമായി. ഒരുപാട് മനുഷ്യ ശരീരങ്ങൾ അവിടെ അറുത്ത് ഇട്ട് കഴിഞ്ഞു. അതിലേറെയും വളരെ പ്രായം ചെന്നവരും രോഗികളും പിഞ്ചു കുട്ടികളടക്കമുള്ള നിരപരാധികളായിരുന്നു. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വളരാൻ അതിലപ്പുറം ഒന്നും ഉണ്ടായിരുന്നില്ല. അവരെയൊക്കെ മഹത്വവൽക്കരിച്ചു ധീര രക്തസാക്ഷികളാക്കിക്കൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തന ശൈലിയാണ് നാദാപുരത്തും പരിസരത്തും ഇക്കാലം അത്രയും നടന്നത്. ഒരിക്കലും ഒരു അവകാശ സമര പോരാട്ടത്തിന്റെ ഭാഗമായി ഒരു രക്തസാക്ഷിയും അവിടെ ഉണ്ടായിട്ടില്ല. വിരലിലെണ്ണാവുന്ന 1-2 പേരൊഴിച്ചാൽ ബാക്കിയെല്ലാം നിരപരാധികൾ യാത്രയിലോ ഇനി അതല്ലെങ്കിൽ വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് കഴിയുമ്പോഴോ വഴിയിൽ വെച്ചോ ആക്രമിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്ത നിരപരാധികളാണ്. അവരുടെ രാഷ്ട്രീയം എന്താണെന്ന് നമുക്കിപ്പോഴും അറിയില്ല, സാധാരണക്കാരനാണ്. പിന്നെ അവരുടെ ജാതിയുടെയും മതത്തിൻ്റെയും നിറം നോക്കി അവരെ പൊക്കിപ്പിടിച്ചുകൊണ്ട് ധീര രക്തസാക്ഷികളാക്കി ആ നാടിൻ്റെ ഉറക്കം കെടുത്തുന്ന അവസ്ഥയിലേക്കാണ് പിന്നെ ആ സമൂഹവും ആ ജനതയും അനുഭവിച്ചത്. ഇതൊക്കെ സഹിച്ചുകൊണ്ടാണ് ഞാനും നേരത്തെ പലരും ഇവിടെ പറഞ്ഞ പോലെ മാനവികതയുടെ ഭാഗമായി സാധാരണക്കാരൻ്റെ ശബ്ദമായി സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന പാർട്ടി എന്ന് വിശ്വസിച്ചുകൊണ്ട് CPMന്റെ ഭാഗമായത്. അവിടെയുള്ള ഹൈന്ദവ സമൂഹം, പ്രത്യേകിച്ച് ഈഴവർ, CPMന്റെ അനുഭാവികളായിരുന്നു. അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട വലിയൊരു ഭൂരിപക്ഷം മുസ്ലിം ലീഗിൻ്റെ അനുഭാവികൾ. ഇവിടെയുള്ള ഈ അന്തരം, ഇംബാലൻസ്, അത് എന്നെ പോലെയുള്ള നാടിനെ സ്നേഹിക്കുന്ന ഒരുപാട് മുസ്ലിം ചെറുപ്പക്കാർക്ക് പ്രയാസമേറെ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ എൻ്റെ പോലെയുള്ള കുറച്ച് മുസ്ലിം ചെറുപ്പക്കാർ ഒരുപാട് റിസ്ക് എടുത്തുകൊണ്ട്, ഒരുപാട് എന്ന് വെച്ചാൽ പല പൊതുവേദികളിലും പരിപാടികളിലും ചടങ്ങുകളിൽ പോലും മാറ്റി നിർത്തപ്പെട്ടുകൊണ്ട് അവഗണിക്കപ്പെട്ടുകൊണ്ട് ഈ പാർട്ടിയുടെ ഭാഗമായത്. അങ്ങനെയെങ്കിലും സമൂഹത്തിൽ ഒരു ബാലൻസിങ് ഉണ്ടാവട്ടെ എന്ന് കരുതി ആ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുകയും ആ പാർട്ടി കേരളത്തിൽ മറ്റു പ്രദേശങ്ങളിൽ ഉയർത്തിപ്പിടിക്കുന്ന നല്ല മുദ്രാവാക്യങ്ങളെ മനസ്സിലേറ്റിക്കൊണ്ട് ഇത് സാധാരണക്കാരൻ്റെ ശബ്ദമായും സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായും ഈ പാർട്ടി ഉണ്ടാവും, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംരക്ഷണം നൽകും എന്നുള്ള വിശ്വാസത്തോടു കൂടി ആ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുകയാണ് ചെയ്തത്. അതിനിടയിൽ ഒരുപാട് അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടായി. കിട്ടാവുന്ന വേദികളിൽ, കിട്ടാവുന്ന ചടങ്ങുകളിൽ, പരിപാടികളൊക്കെ ഞങ്ങൾ ആ സങ്കടം ബോധിപ്പിച്ചു. ഇങ്ങനെ ആവാൻ പാടില്ല. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ രാഷ്ട്രീയ പ്രവർത്തനം പാടില്ല, നീതിയുടെ ഭാഗത്ത് നിൽക്കണം എന്ന് പലപ്പോഴും അഭ്യർത്ഥിച്ചു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, അവിടെ ഒരു ബിനു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെട്ടു. വലിയ കലാപത്തിന്റെ ഭാഗമായി നടന്നൊരു കൊലപാതകം.
ആ കൊലപാതകത്തിൽ പ്രതികളാക്കപ്പെട്ടവർ, അവരെയും നിങ്ങൾക്കറിയാം. അവരെ കോടതിയിൽ വിചാരണ നടന്നു, ശിക്ഷിക്കപ്പെട്ടു. ഒരു പ്രത്യേക പാർട്ടിയുടെ ആൾക്കാരാണ് ചെയ്തതെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. പക്ഷേ അവിടെ ബിനുയുടെ പേരിൽ അവിടെ ഒരു കുടീരം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കുടീരത്തിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് മുസ്ലിം ഭീകരവാദികളാൽ കൊല ചെയ്യപ്പെട്ട സഖാവ് ബിനു എന്നാണ്. എളമരം കരീമടക്കമുള്ള നേതാക്കന്മാരോട് തെരഞ്ഞെടുപ്പ് സമയത്ത് എന്നെപ്പോലെയുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ വളരെ സങ്കടത്തോടെ പറഞ്ഞു, ആ പേര് ഒന്ന് മാറ്റിക്കളയണം, ഞങ്ങളെ വല്ലാതെ അത് വേദനിപ്പിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രസ്ഥാനം ചെയ്ത ഒരു കൊലപാതകം അവർ ഏതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു, അവരുടെ വിചാരണ നടത്തി കഴിഞ്ഞു. എന്നിട്ട് അതൊരു സമുദായത്തിൻ്റെ മേലിൽ മാത്രം മുദ്ര കുത്തുന്നത് ഞങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്നു. അത് എടുത്തു മാറ്റണമെന്ന് ഞങ്ങൾ വളരെ വിനയത്തോടു കൂടി പലതവണ ആവശ്യപ്പെട്ടു. പരിശോധിക്കാം, പരിഗണിക്കാമെന്ന് പറയാനല്ലാതെ അത് അവർക്ക് ആവശ്യമായിരുന്നു. ഈ സമുദായത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മളെ ഭീകരവാദികളും തീവ്രവാദികളുമാക്കി മാറ്റാൻ അതിലേതോ ഒരു വിഭാഗം വളരെ മുമ്പേ തന്നെ ശ്രമിച്ചിരുന്നു. അങ്ങനെയാണ് അവിടെയുള്ള രാഷ്ട്രീയം മലീമസമാക്കപ്പെട്ടത്. നല്ല നല്ല ആൾക്കാർ ആ പാർട്ടിയിലുണ്ട്, എനിക്ക് നന്നായി അറിയാം. പാർട്ടിയെ സ്നേഹിക്കുന്നവർ ഒട്ടേറെ അതിലുണ്ട്. ജനങ്ങളോട് ആഭിമുഖ്യമുള്ള അനുഭാവമുള്ള ഒട്ടേറെ പേർ ആ പാർട്ടിയിലുണ്ട്. പക്ഷേ ചില നേതൃത്വങ്ങൾ ആ പാർട്ടിയെ തെറ്റിലേക്ക് തന്നെയാണ് നയിക്കുന്നത്. കഴിഞ്ഞ തുണേരി സംഭവം 22-ാം തീയതി, ജനുവരി 22-ാം തീയതി 2001 ശേഷം നീണ്ട 15 വർഷം ഞങ്ങൾ അല്പം നല്ല സുഖത്തിലായിരുന്നു, ഉറങ്ങാനൊക്കെ കഴിഞ്ഞിരുന്നു. പക്ഷേ അന്നത്തെ ആ ദിവസം രാത്രി ഞങ്ങളെല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന വിധത്തിൽ ആ വാർത്ത അറിഞ്ഞപ്പോൾ നാട് മുഴുവൻ ആശങ്കയിലും ഭയത്തിലുമായിരുന്നു. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഒരു കൊലപാതകം, ഒരു ചെറുപ്പക്കാരൻ 19 വയസ്സുള്ള ഒരു ഷിബിൻ എന്ന് പറയുന്ന കുട്ടി അതിദാരുണമാം വിധം അവിടെ കൊല ചെയ്യപ്പെട്ടു. അതിൽ പ്രതികളായവർ മുസ്ലിം ലീഗിന്റെ അനുഭാവികൾ, പ്രവർത്തകർ, നേരത്തെ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവർ, മുസ്ലിം ലീഗിന് വേണ്ടി കലാപങ്ങൾ നടത്തുന്നവർ, അങ്ങനെയുള്ള ഒരുപാട് പ്രചരണങ്ങൾ വന്നു കഴിഞ്ഞു. മുസ്ലിം സമുദായം മുഴുവനായി അവിടെ അങ്കലാപ്പിലായി. ഇനി അങ്ങോട്ട് എന്ത് സംഭവിക്കും? കലാപത്തിന്റെ സാധ്യത എല്ലാവരും മുൻകൂട്ടി അറിഞ്ഞു. പിറ്റേ ദിവസം 23-ാം തീയതി രാവിലെ മുതൽ സമാനഗതിയില്ലാത്ത കലാപത്തിന്റെ തുടക്കമായി. എനിക്കത് കൂടുതൽ വിവരിക്കാൻ പറ്റില്ല, എൻ്റെ നിയന്ത്രണം വിട്ടുപോകും. ഞാൻ നേരിട്ട് ആ കലാപത്തിന്റെ ഭീകരതകൾ കണ്ട മനുഷ്യനാണ്. ഞാൻ ആ പ്രദേശത്ത് നിന്ന് ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി കൂടിയാണ്. എനിക്ക് അവിടെയുള്ള ജനങ്ങളെ, ആ തൂണേരിയുള്ള വെള്ളൂർ എന്ന പ്രദേശത്തെ ജനങ്ങളെ നന്നായി അറിയാം. നല്ല സൗഹാർദ്ദമുള്ളവർ, സ്നേഹമുള്ളവർ, തികച്ചും ഗ്രാമീണർ, പരസ്പരം സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവർ. 23-ാം തീയതി രാവിലെ 8 മണിക്കാണ് കാട്ടുമടത്തിൽ അബൂബക്കർ ഹാജി എന്ന് പറയുന്ന മുസ്ലിം ലീഗ് നേതാവ് എന്നെ വിളിക്കുന്നത്. സലാം, കുഴപ്പങ്ങൾ തുടങ്ങിയിട്ടുണ്ട്, വീടുകൾക്ക് നേരെ ആക്രമണം തുടങ്ങിയിട്ടുണ്ട്, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അപ്പോൾ തന്നെ ഞാൻ ബഹുമാന്യനായ നമ്മുടെ പ്രിയ MLA EK വിജയൻ അദ്ദേഹത്തെ ബന്ധപ്പെട്ടു. ഞാൻ പറഞ്ഞു, വലിയ കലാപത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്, ശക്തമായ പോലീസ് സംവിധാനം ഒരുക്കണം, നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ഏതാണ്ട് അന്വേഷിച്ചപ്പോൾ അക്രമികളുടെ വീടുകൾക്ക് നേരെ കല്ലേറ് എന്നാണ് ആദ്യം അറിയാൻ കഴിഞ്ഞത്. അത് നടന്നാലും തരക്കേടില്ല എന്നുള്ള ഒരു ആശ്വാസം പലർക്കും ഉണ്ടായിരുന്നു. കാരണം ഇതിൽ ഉൾപ്പെട്ട പ്രതികളെ ഓടിച്ചിട്ട് പിടിച്ചു കൊടുക്കണമെന്നുള്ള മനോഭാവത്തിലായിരുന്നു അവിടെയുള്ള മുഴുവൻ ജനങ്ങളും. അതിന് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം അതുവരെ ഉണ്ടായിരുന്ന അശാന്തിയെ തകർത്ത് കളഞ്ഞ ആ കാപാലികൾക്ക് നേരെ അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നു അവരുടെ മുഴുവൻ ജനങ്ങളും. അതായിക്കൊള്ളട്ടെ എന്നുള്ള ഒരു മനോഭാവത്തിലായിരുന്നു. പക്ഷേ ഏതാണ്ട് ഉച്ചക്ക് 1:45 സമയമാകുമ്പോഴേക്ക് രണ്ടാമത് വന്ന ഫോൺ കോൾ. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകൻ്റെ വീട് പരിപൂർണമായി കത്തി നശിച്ചു, അടുത്തത് എൻ്റെ വീട്ടിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് അവർ വരുന്നത്, എന്നെ തീർച്ചയായും ഇവർ കൊല്ലും. പക്ഷേ എൻ്റെ വയ്യാത്ത, നടക്കാൻ കഴിയാത്ത
കിടക്കയിൽ മാത്രം കഴിയുന്ന രോഗിയായ എൻ്റെ പെങ്ങളെ ഞാൻ എങ്ങനെ ഉപേക്ഷിച്ച് ഓടും? എന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ വല്ല വഴിയുമുണ്ടോ സലാമേ എന്ന് ചോദിച്ചപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പരുങ്ങിയ ഒരവസ്ഥയിലാണ് ഞാൻ അന്നുണ്ടായിരുന്നത്. ഞാൻ അപ്പോൾ തന്നെ പിന്നെയും നമ്മുടെ പ്രിയ MLA ബന്ധപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കോഴിക്കോട് നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ DYSPയെ വിളിച്ചു പറയാം, DYSPയെ നീ ബന്ധപ്പെടുക എന്ന് പറഞ്ഞു. ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കുതിച്ചു. അവിടെ അന്നുണ്ടായിരുന്നത് നമ്മുടെ ബഹുമാനിയായ ADGP ശങ്കർ റെഡ്ഡി സാർ അവറുകളായിരുന്നു. അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് ഞാൻ കയറി ചെന്നു. ഞാൻ പറഞ്ഞു, വലിയ കലാപം നടക്കുന്നു സാർ, എന്തെങ്കിലും ചെയ്തേ മതിയാവും. രാത്രിയാവുമ്പോഴേക്ക് ചിലപ്പോൾ ഈ നാട് കത്തിത്തീരും. അവിടെയുള്ള നിരപരാധികളായ ഹിന്ദുവും മുസൽമാനും ചിലപ്പോൾ കൊല ചെയ്യപ്പെടും, വീടുകൾ മുഴുവനായി അഗ്നിക്കരയാക്കപ്പെടും. ഇതൊക്കെ ഞാൻ അദ്ദേഹത്തോട് പലതവണ ആവർത്തിച്ചു. പക്ഷേ അദ്ദേഹം പറഞ്ഞത്, ഞാനെന്താണ് ചെയ്യുക? വാട്ട് കൻ ഐ ഡു? എനിക്ക് ആവശ്യമായ അവൈലബിൾ ഫോഴ്സ് ഇല്ല, ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഫോഴ്സ് ഇല്ലാതെ ഞാനെങ്ങനെ എന്ത് ചെയ്യാനാണ്? വളരെ നിസ്സംഗതയോടുകൂടി അദ്ദേഹം ഈ പ്രശ്നത്തെ കാണുകയും നിരാശനായിക്കൊണ്ട് ഞാൻ പുറത്തേക്ക് വരുന്ന സമയത്താണ് ഒരു ആംബുലൻസ് അവിടേക്ക് എത്തുന്നത്. ഞാൻ പറഞ്ഞു, സാർ ഒരു ആംബുലൻസ് കിട്ടിയിട്ടുണ്ട്, ആ ആംബുലൻസിൽ 2-3 പോലീസുകാരെ തന്നാൽ അതുപയോഗിച്ചുകൊണ്ടെങ്കിലും അല്പം രോഗികളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, പോലീസിനെ കൂട്ടിക്കോളൂ. വളരെ ലാഘവത്തോടു കൂടി പോലീസിനെ അയക്കാൻ വേണ്ടിയുള്ള ഓർഡർ നൽകുന്നതിന് പകരം പോലീസിനെ നിങ്ങൾ കൂട്ടിക്കോളൂ എന്ന് പറയുന്നതിലുള്ള ലാഘവത്വം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ പറയേണ്ടത് അങ്ങനെയാണോ? ഞാൻ പല പോലീസുകാരോടും ചോദിച്ചു, ഒന്ന് വരുമോ? പോലീസുകാർ അപ്പോൾ പറഞ്ഞത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ തടി നോക്കണ്ടേ, ഞങ്ങളെ ജീവൻ ആര് സംരക്ഷണം നൽകും? ആ കലാപത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ കുടുംബം എന്താവും? അങ്ങനെയാണോ പോലീസ്? ബഹുമാന്യായ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അദ്ദേഹം ദുബൈയിൽ വെച്ച് ഒരു പരാമർശം നടത്തി നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. പോലീസിന്റെ അവസരോചിതമായ ഇടപെടലുകൾ കൊണ്ട് നാദാപുരത്ത് കുഴപ്പങ്ങൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞു. ഞാൻ ആ ദിവസം തന്നെ ആ പ്രസ്താവനക്കെതിരെ ഞാൻ പ്രതികരിച്ചു. പോലീസ് അവസരത്തിനൊത്ത് ഉയർന്നില്ല എന്ന് മാത്രമല്ല, പോലീസ് നിഷ്ക്രിയരായി നോക്കി നിൽക്കുകയും ഈ കലാപത്തിന് ഒത്താശ ചെയ്യുന്ന വിധത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ നേരിട്ടുള്ള സാക്ഷിയാണ് ഞാൻ. അത് പറയുന്നതിൽ എനിക്കൊരു മടിയുമില്ല, ഒരു പേടിയുമില്ല. പക്ഷേ അപ്പോൾ ഒരു ധൈര്യമുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരൊറ്റ പോലീസുകാരൻ, ആ പോലീസുകാരൻ്റെ പേര് ഞാൻ പറയില്ല, അദ്ദേഹം പറഞ്ഞു, ഞാൻ പോരാ. ഒരൊറ്റ പോലീസുകാരൻ, തന്തക്ക് പറന്നവൻ. ആ പോലീസുകാരൻ എൻ്റെ ആംബുലൻസിലേക്ക് കയറിയിരുന്നു കൊണ്ട് പറഞ്ഞു, എവിടേക്ക് പോകണം? ഞാനുണ്ട്. അങ്ങനെ ആ ആംബുലൻസ് വാഹനത്തിൽ കയറി ആ പ്രദേശത്തുള്ള കുറേ പേരെ പല തവണകളായി രക്ഷപ്പെടുത്തി. അഭയാർത്ഥികളെ പോലെയാണ് അവരവിടെ നിന്ന് രക്ഷപ്പെട്ടത്. അവരുടെ സുരക്ഷിത താവളങ്ങളിൽ, സ്ഥലങ്ങളിൽ, കുടുംബങ്ങളിൽ കൊണ്ടെത്തിച്ചു. അന്ന് ഡ്രൈവറായിട്ടുണ്ടായിരുന്നത് ഒരു അമുസ്ലിം സുഹൃത്താണ്, തുളസി രാജീവൻ. അഭിമാനം തോന്നുന്നു ആ ചെറുപ്പക്കാരൻ. എൻ്റെ നാട്ടിലുള്ള എന്നോട് പറഞ്ഞത്, സലാം കാ ചാവിത, എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യും, എൻ്റെ നാടിന് വേണ്ടി എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു വന്ന ആ തുളസി രാജീവൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയും. ആ രാജീവൻ ആംബുലൻസ് ഓടിച്ചുകൊണ്ട് അവിടെയുള്ള കുറേ പേരെ രക്ഷപ്പെടുത്തി. എന്നെ വിളിച്ചു പറയാണ്, സലാംക്ക, ആംബുലൻസ് ഇത് വണ്ടി ഇത്രയൊന്നും ഉണ്ടായാൽ മതിയാവില്ല, ഇനിയും ഒരുപാട് പേരുണ്ട്. അങ്ങനെ വൈകുന്നേരം സന്ധ്യയായി. MLA വന്നു, CPM-ൻ്റെയും അതേപോലെ തന്നെ CPI-യുടെയും നേതാക്കൾ. ഞാൻ പോലീസ് സ്റ്റേഷൻ്റെ മുറ്റത്ത് തന്നെയാണ് ഞാൻ ഉച്ച മുതലുള്ളത്. നേതാക്കളൊക്കെ ആ സ്റ്റേഷൻ അങ്കണത്തിലേക്ക് വന്നു. അവർ നേരെ ADGP-യുടെ ഓഫീസിലേക്ക് കയറിപ്പോയി. എന്തൊക്കെയോ കാര്യങ്ങൾ ചർച്ച ചെയ്തു. അതിൽ ബഹുമാന്യായ മുൻ ജില്ലാ സെക്രട്ടറി CPM-ൻ്റെ TP രാമകൃഷ്ണൻ സാർ, അദ്ദേഹം എന്നോട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു.
ഞാൻ ചോദിച്ചു, ഇനി രാത്രിയാണ്, ഇനിയും ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എല്ലാ സംഗതിയും ADGP-യോട് സംസാരിച്ചിട്ടുണ്ട്, ഇനി ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഞങ്ങളങ്ങ് ടൗണിലേക്ക് ഞാനും MLA നടന്നു പോകുമ്പോഴാണ് കുറേ പേര് ഞങ്ങൾ ചുറ്റും വന്ന് പിന്നെയും പറഞ്ഞു, ഒട്ടേറെ പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, അവരെങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, അവർക്ക് വഴിയില്ല, വാഹനമില്ല, അവർ അലറി വിളിക്കുകയാണ്, എന്തെങ്കിലും ചെയ്തേ മതിയാവൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെയും ഞാനും MLA-യും പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചോടി. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് SP സാറായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കയ്യിലും ഒരുപാട് അഡ്രസ്സും നമ്പറുകളൊക്കെ ഉണ്ട്, പക്ഷേ ഞങ്ങൾക്ക് വഴിയറിയില്ലല്ലോ, ഗൾഫിൽ നിന്ന് പലരും വിളിച്ച് ഞങ്ങൾക്ക് അഡ്രസ്സും ഫോണും തന്നിട്ടുണ്ട്, ഫോൺ നമ്പറും തന്നിട്ടുണ്ട്, എങ്ങനെ ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും? അപ്പൊ DYSP ചോദിച്ചു, സലാം നീ പോവോ ഒന്നിച്ച്? ഞാൻ പറഞ്ഞു ഞാൻ പോയിക്കോളാം. പേടിയുണ്ടോ? നമ്മൾ പേടിയൊന്നുമില്ല. ഒരു 10 പോലീസുകാരെ എൻ്റെ കൂടെ തന്ന് പോലീസ് ബസ്സിൽ ഞാൻ ആ സ്ഥലത്തെ ലക്ഷ്യമാക്കി. പേടി ഇല്ല എന്ന് പറഞ്ഞത് പേടി ഉണ്ടായിരുന്നു, പക്ഷേ ആ സമയത്ത് പേടിയാക്കാളേറെ മറ്റെന്തൊക്കെയോ ഒരു വികാരമായിരുന്നു. ഒരു സമൂഹം നശിപ്പിക്കപ്പെടുന്നത് കാണാൻ ഉണ്ടാകുന്ന ഒരവസ്ഥയെ ഉണ്ടാകുമ്പോഴുള്ള പ്രത്യേക വികാരം അത് അനുഭവിക്കുമ്പോൾ മനസ്സിലാവും. അവിടെ എത്തിയപ്പോൾ എൻ്റെ മുമ്പിൽ കണ്ട കാഴ്ചകൾ, കത്തി നിൽക്കുന്ന വീടുകൾ, വ്രണം പോലെ കത്തി നിൽക്കുന്ന വീടുകൾ, ആ വീടുകളുടെ മൂലകളിൽ ആലകളിലും കൂടകളിലും ഭാണ്ഡവും പേറി വൃദ്ധരും സ്ത്രീകളും കുഞ്ഞുങ്ങളും ഭയവിഹ്വലരായി നിൽക്കുന്ന രംഗമാണ്. ആരെങ്കിലും ഉണ്ടോ രക്ഷപ്പെടുത്താൻ? ഞങ്ങളെ കണ്ടപ്പോൾ അല്പം ആശ്വാസം തോന്നി. അവരെ പോലീസിന്റെ സഹായത്തോടു കൂടി പോലീസ് ബസ്സിലെത്തിച്ചു, അവരുടെ സുരക്ഷിത സ്ഥലങ്ങളിൽ എത്തിക്കുകയും രാത്രി 12 മണി വരെ ഈ പ്രവർത്തനം അവിടെ നടത്തുകയും ചെയ്തു. പിന്നെ അങ്ങോട്ട് 1-2 ദിവസം ഇതിൻ്റെ കാഴ്ചകൾ മനസ്സിലിങ്ങനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉറക്കം വരുന്നില്ല. എന്താണിങ്ങനെ നാട് ഇങ്ങനെയായിപ്പോയത്? ഇത്രയും കാലം നമ്മൾ 10-15 വർഷം സമാധാനത്തിന് വേണ്ടി സത്യപ്രതിജ്ഞ ചെയ്തവരാണ് ഞങ്ങൾ. ബഹുമാനായ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, അദ്ദേഹം നാദാപുരത്ത് വന്നു. നാദാപുരത്തിന്റെ രാഷ്ട്രീയ നേതൃത്വത്തെ മുഴുവനും സാക്ഷികളാക്കി സ്റ്റേജിലിരുത്തി വലിയ ഒരു ജനസമുദ്രത്തിന്റെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്യിച്ചു. ഇനി ഞങ്ങൾ ഈ നാട്ടിൽ കുഴപ്പമുണ്ടാക്കില്ല, അങ്ങനെ കുഴപ്പമുണ്ടായാൽ ഞങ്ങൾ ഈ നിൽക്കുന്ന പദവികളിൽ ഇനി ആരും ഉണ്ടാവില്ല എന്ന് സത്യപ്രതിജ്ഞ ചെയ്തവരാണ് അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം, അവിടെയുള്ള ജനങ്ങളും. ആ സത്യപ്രതിജ്ഞ ലംഘനം ചെയ്ത ഒരു വലിയ കലാപത്തിന്റെ ദിവസമായിരുന്നു അന്നത്തേത്. ഞാൻ എൻ്റെ നേതാക്കന്മാരോട് പലരോടും ചോദിച്ചു, ഒരു സമാധാന കമ്മിറ്റി, MLA-യുടെ നേതൃത്വത്തിൽ ഒരു സമാധാന കമ്മിറ്റി ഇവിടെ ഇല്ലേ? ആ സമാധാന കമ്മിറ്റി ഉണർന്നു പ്രവർത്തിച്ചോ? ഈ ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെട്ട ആദ്യ മണിക്കൂറിൽ അവിടുത്തെ സമാധാന കമ്മിറ്റി സർവകക്ഷികൾ അവിടെ ഓടിയെത്തണമായിരുന്നു. അവർക്ക് വലിയ ഉത്തരവാദിത്തമുണ്ടായിരുന്നു. ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് അവർ വിലയിരുത്തണമായിരുന്നു. അവിടെ നടക്കുന്ന വിലാപയാത്രയെ എങ്ങനെ ആസൂത്രണം ചെയ്യണമെന്ന് അവർ ആലോചിക്കേണ്ടതായിരുന്നു. അവിടെ എത്ര പോലീസ് സംവിധാനം വേണമെന്ന് അവർ തീർച്ചപ്പെടുത്തേണ്ടതായിരുന്നു, അത് ഉറപ്പുവരുത്തേണ്ടതായിരുന്നു. അതിന് പകരം 2-3 ദിവസം കഴിഞ്ഞ് തഹസിൽദാർ വിളിക്കുന്ന സമാധാന യോഗത്തിൽ വന്ന് ചായ കുടിച്ച് വീമ്പ് പറയുന്ന ഒരു നാണംകെട്ട രാഷ്ട്രീയ നേതൃത്വമായി എൻ്റെ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മാറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ നാട് കത്തിയതിൻ്റെ ഉത്തരവാദിത്തം അവിടെയുള്ള MLA മുതലുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കുണ്ട്. അവർക്ക് ഇന്നും മനസ്സിലായിട്ടില്ല എന്തിനാണ് ഞങ്ങളിങ്ങനെ പറ്റിക്കുന്നത്, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു. നാദാപുരത്തിന്റെ കയ്യൊപ്പില്ലാത്ത എന്തെങ്കിലും ഒരു സംഭവം ഈ മലബാറിന്റെ മണ്ണിലുണ്ടോ? നിങ്ങൾ പരിശോധിക്കുക. അകമഴിഞ്ഞ് സഹായിക്കുന്നവരാണ് ഞങ്ങൾ. നിങ്ങളറിയോ, ഞങ്ങളുടെ നാട്ടുകാർ 16 മണിക്കൂറാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. ഞങ്ങളുടെ പ്രവാസികൾ ഹോട്ടലുകളിൽ, കഫ്റ്റീരിയകളിൽ
സൂപ്പർ മാർക്കറ്റുകളിൽ അങ്ങനെയുള്ള താണതരം ജോലികൾ, ലേബർ ക്ലാസ് ജോലി ചെയ്തുകൊണ്ട് കുടുംബം പോറ്റുന്നവരാ ഞങ്ങൾ. അരിച്ചരിച്ചുണ്ടാക്കുന്ന സമ്പാദ്യം, ആ സമ്പാദ്യങ്ങളൊന്നും ഞങ്ങൾ സ്വകാര്യ സ്വത്തായി സൂക്ഷിച്ചിട്ടില്ല. ഞങ്ങൾ വീതിച്ചു നൽകി. അവിടെയുള്ള പണിയെടുക്കുന്നവനും അവിടെയുള്ള മുഴുവൻ ജനവിഭാഗങ്ങൾക്കും, ഹിന്ദുവല്ല മുസ്ലിമല്ല എല്ലാ വിഭാഗങ്ങൾക്കും അത് വീതിച്ചു നൽകി. ഞങ്ങൾ സ്വാർത്ഥരായിരുന്നില്ല. ഇവിടെയുള്ള എല്ലാ സാമ്രാജ്യങ്ങളും പടുത്തുയർത്താൻ ഞങ്ങൾ സഹായിച്ചു. രാഷ്ട്രീയ പാർട്ടികൾക്ക്, സമുദായ സംഘടനകൾക്ക്, സ്ഥാപനങ്ങൾക്ക്, രോഗികൾക്ക്, അശരണർക്ക് നാദാപുരത്തിന്റെ സഹായമെത്താത്ത ഏതെങ്കിലും മുക്കിൽ മൂലയും ഈ മലബാറിന്റെ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഗഫൂർ പ്രസംഗിക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നി. നാദാപുരത്തിന്റെ മണ്ണിൽ നിന്ന് ഉയർത്തു വന്ന ഒരു ചെറുപ്പക്കാരൻ. ഞങ്ങളുടെ ഒരു പ്രോഡക്റ്റാണത്. ആ നാദാപുരത്തിന് എന്തിനാണ് ഇങ്ങനെ ചതിക്കുന്നത്, വഞ്ചിക്കുന്നത്? ഈ പാവപ്പെട്ട ഹിന്ദുവും മുസൽമാനും ഒന്നും അറിയാത്ത നിരപരാധികളെ നിങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി എന്തിനാണ് ഇന്നിങ്ങനെ വട്ടം കറക്കുന്നത്? എന്തെങ്കിലും പറഞ്ഞാൽ അതിന് പ്രതികരിക്കാൻ അവിടുത്തെ CPM-ഉം മുസ്ലിം ലീഗും ഒരേ അച്ചടിച്ച ഭാഷയാണ്. സമാധാന കമ്മിറ്റി യോഗങ്ങളിൽ പറയുന്ന ഭാഷകൾക്ക് ഭിന്നസ്വരമില്ല. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചാണ്. മുമ്പൊക്കെ പറയാറുണ്ടായിരുന്നത് ഒരു മൂന്നാമത്തെ കക്ഷിയാണെന്നാണ്. അതാരാ മൂന്നാമത്തെ കക്ഷി? നിങ്ങളാണോ? ആരാ? ഞാൻ പലപ്പോഴും ചോദിച്ചു, എന്നാ അവരെ വിളിക്കണ്ടേ? അവരെ വിളിച്ച് പറ, നിങ്ങൾ തോന്നിയാസം ചെയ്യുന്നുണ്ട്, കളിക്കരുത്. പക്ഷെ നിങ്ങൾ വിളിക്കൂല അവരാ. ഞാൻ പലപ്പോഴും പറഞ്ഞു, അഭ്യാസം വേണ്ട, ഇവിടുത്തെ ജനങ്ങളെ പറ്റിക്കണ്ട. ഇതൊക്കെ മനസ്സിലാക്കുകയും അറിയാനും കഴിയുന്ന വിവരമുള്ളവരാണ് ഈ നാട്ടിലുള്ളവർ. അങ്ങനെ പറയുമ്പോൾ അവരൊന്ന് മുഖത്തോട് മുഖം നോക്കും. CPM-ന്റെയും ലീഗിന്റെ നേതാക്കന്മാർ ഒന്ന് മുഖത്തോട് മുഖം നോക്കും. സിനിമയിലൊക്കെ കാണൂലേ വില്ലന്മാർ? ഇതാരാണ് ഈ ഇങ്ങനെ ഒരു അഭിപ്രായം പറയാൻ? ഇവനാരാ? അങ്ങനെ അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കി ഹിന്ദുവിനെയും മുസൽമാനെയും തമ്മിലടിപ്പിച്ച് രാഷ്ട്രീയ നേട്ടം കൊഴിയാനല്ലാതെ ഫലവത്തായ ഒരു ആശ്വാസ നടപടികൾക്കും ഇവർ ആരും മുന്നോട്ട് വന്നില്ല. സർവകക്ഷികൾ, സമാധാന കക്ഷികൾ, സമാധാനം പ്രസംഗിക്കുന്നവർ. ഞാൻ ആവശ്യപ്പെട്ടു, രാജിവെക്കണം, അവിടെയുള്ള രാഷ്ട്രീയ നേതൃത്വം രാജിവെക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ രാജിവെച്ച് കാണിച്ചു കൊടുത്തത്, അല്ലാതെ എനിക്കാളാൻ വേണ്ടിയല്ല. ഇപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട MLA സൗമ്യനാണ്, നല്ല മനുഷ്യനാണ്, കൃത്യനിഷ്ഠയുള്ളവനാണ്. അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട ഒരാൾ, ഉത്തരവാദപ്പെട്ട ഒരാളെ പിടിക്കപ്പെട്ടു. കേളപ്പട്ടൻ, വയോധികൻ, 63 വയസ്സുണ്ടെന്നാണ് പത്രത്തിൽ എഴുതി കണ്ടത്. ഈ കലാപത്തിന് വേണ്ടി അദ്ദേഹം സഹായം ചെയ്തു എന്നതാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയ കുറ്റം. ശരിയാണെങ്കിൽ, അങ്ങനെ ഒരു കുറ്റം തെളിയിക്കപ്പെടുകയാണെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ EK വിജയൻ സാർ MLA ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ രാജിവെക്കണം. ഇത് ഞാൻ പറയുന്നത് വെറും വർത്താനമല്ല. അന്ന് ബിനോയ് വിശ്വം അവിടെ MLA ആയ സമയത്ത് ഞങ്ങൾക്ക് ആശ്വാസം എത്തിക്കാൻ അദ്ദേഹം സജീവമായി ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ മലീമസമാക്കിയ ഒരു അന്തരീക്ഷമാണ് നാദാപുരത്തിന്റെ മണ്ണിലുള്ളത്. നല്ലവരാണ്, പാവങ്ങളാണ് ഞങ്ങൾ. ഞങ്ങൾ ആരെയും മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ആരെയും ഉപദ്രവിക്കാറില്ല. ഞങ്ങളുടെ ആ നിഷ്കളങ്കതയെ മുതലെടുത്തുകൊണ്ട്, ഞങ്ങളുടെ ഉദാരതയെ മുതലെടുത്തുകൊണ്ട് അവിടെയുള്ള രാഷ്ട്രീയ നേതൃത്വം അവരുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി, അവരുടെ AC റൂമുകൾക്ക് വേണ്ടി, AC കാറുകൾക്ക് വേണ്ടി, മറ്റ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ പണയം വെക്കുകയാണ്. എന്തിനാണിത് ചെയ്യുന്നത്? കലാപത്തിന്റെ രൂപം നിങ്ങളൊക്കെ അറിഞ്ഞതല്ലേ? പിറ്റേ ദിവസം രാവിലെ ഞാനും എൻ്റെ ബഹുമാനിയായ പ്രസിഡന്റും ആ പ്രദേശം സന്ദർശിക്കാൻ പോയി. മുഴുവൻ വീടുകളും 78 വീടുകളും തകർന്നത് അന്നത്തെ ദിവസം ഞാൻ കണ്ടിരുന്നില്ല. ആദ്യം പോയത് കൊല ചെയ്യപ്പെട്ട ഷിബിൻ്റെ വീട്ടിലാണ്. അവിടെ പോയപ്പോൾ ആദ്യം ഞാൻ പെട്ടെന്ന് ഞെട്ടി. കാരണം ഈ ഷിബിൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത സുഹൃത്താണ്, ഭാസ്കരൻ. അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത വേദന തോന്നി. എൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ മകനെയാണല്ലോ കൊന്നത്. അയാൾ ഒരുപാട് സങ്കടം, പ്രിയപ്പെട്ട ഒരു മകൻ നഷ്ടപ്പെട്ടതിൻ്റെ വേദനകൾ പറഞ്ഞ് അറിയിക്കേണ്ടതില്ലല്ലോ.
അത്രയും പ്രയാസത്തോടു കൂടി അദ്ദേഹം അത് പങ്കുവെച്ചപ്പോൾ നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി. മുറ്റത്തേക്ക് ഇറങ്ങി നിന്ന് ഞാനും പ്രസിഡന്റും ഞങ്ങളുടെ കൂടെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വലത്തോട്ടാണ് മുണ്ടെടുക്കുക, ശീലമായിപ്പോയി. എല്ലാവർക്കും എന്നെ അറിയണമെന്നില്ലല്ലോ. അപ്പം അവിടെ നിന്ന് ഒരാൾ പറയുക, പോലീസ് പറഞ്ഞതല്ലേ കളിച്ചോളി, എല്ലാം പോട്ടടോ. പെട്ടെന്ന് തന്നെ ഇത് കേട്ടപ്പോൾ ഞാനും പ്രസിഡന്റും അങ്ങ് മാറി നിന്ന് കളഞ്ഞു. കാരണം അടുത്തത് ഇയാൾ എന്തായിരിക്കും പറയുക എന്നുള്ളത് കേൾക്കാനുള്ള ധൈര്യമില്ല. അങ്ങനെ ഒരു പോലീസ് പറഞ്ഞെങ്കിൽ പോലീസിന്റെ ഭീരുത്വമാണോ? അല്ലെങ്കിൽ പോലീസിന്റെ പക്ഷപാതിത്വമാണോ? അല്ലെങ്കിൽ പോലീസിനോട് ആരെങ്കിലും ഉപദേശിച്ചതാണോ, നിർദ്ദേശിച്ചതാണോ? അത് മറുപടി പറയേണ്ടത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പാണ്, കേരളത്തിന്റെ പോലീസ് സംവിധാനത്തിന്റെ തലപ്പത്തുള്ളവരാണ്. അത്രമാത്രം ആ കൃത്യത്തിൽ പോലീസിന് ഉത്തരവാദിത്തമുണ്ട്, സമാധാനം പറയാനുള്ള ഉത്തരവാദിത്തമുണ്ട്. പോലീസ് പറയുന്നത് ഞങ്ങളങ്ങനെ തോക്കുമായിട്ടൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ പ്രശ്നം വലുതായി കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിൽ വരും. അങ്ങനെയാണോ പോലീസിന് അങ്ങനെയാണോ നമ്മൾ ഉപയോഗിക്കുന്നത്? മിക്ക വീടുകളിലെയും കിണറുകൾ നശിപ്പിക്കപ്പെട്ടു. 40-ലേറെ കിണറുകൾ അടുത്ത കാലത്തൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിലാണ് അവിടെ നശിപ്പിക്കപ്പെട്ടത്. അതിന്റെ ഗൗരവം ആരും ഉൾക്കൊണ്ടിട്ടില്ല ഇതുവരെ. ഒരു കുടിവെള്ള സ്രോതസ് നശിപ്പിക്കപ്പെട്ടാൽ ഒരു മാനവരാശിയോട് ചെയ്യുന്ന യുദ്ധപ്രഖ്യാപനത്തിന് തുല്യമാണ്. അങ്ങനെയാണ് ഞാനും നിങ്ങളും പഠിച്ചത്. ഐക്യരാഷ്ട്രസഭ പോലും ഇടപെടാൻ പറ്റുന്ന വിധത്തിലുള്ള ഏറ്റവും വലിയ ഒരു മാനസിക വിഷയമാണ് കുടിവെള്ളങ്ങൾ നശിപ്പിക്കുക എന്നുള്ളത്. രാസപദാർത്ഥങ്ങൾ, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന മറ്റ് സാധനങ്ങൾ എല്ലാം ഈ കിണറിൽ നിക്ഷേപിച്ചുകൊണ്ട് കുടിവെള്ളം നശിപ്പിക്കപ്പെട്ട പുതിയ ഒരു കലാപ രാഷ്ട്രീയ സംസ്കാരമാണ് അവിടെ നടന്നത്. നമ്മുടെയൊക്കെ വീടുകളിൽ കിണറുണ്ട്, അതാരും കൂട്ടാറില്ല, അതിന് ലോക്കില്ല. നമ്മളെ പരസ്പരം വിശ്വസിച്ചുകൊണ്ടാണ് കുടിവെള്ളം നമ്മൾ ഉപയോഗിക്കുന്നത്. അതിലാരെങ്കിലും നഞ്ഞു കലക്കിയാൽ പിറ്റേ ദിവസം നമ്മുടെ മക്കളും നമ്മളും ചത്ത് മലർന്നു കിടക്കുന്നത് കാണേണ്ടി വരില്ലേ? അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയമാണോ നമ്മുടെ കേരളത്തിൽ വേണ്ടത്? ഇന്നത് വൃത്തിയാക്കാനുള്ള പരിപാടിയിലാണ് സർക്കാരും പൊതുജനങ്ങളും പൊതുപ്രവർത്തകരൊക്കെ. കേരളത്തിനല്ല, ലോകത്തിന് തന്നെ പുതിയൊരു കലാപത്തിന്റെ സംസ്കാരം മോഡൽ അവിടെ കാണാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഗുജറാത്താണ് പലപ്പോഴും നമ്മൾ പറയാറുള്ളത്. പക്ഷേ ഗുജറാത്തിനെ പോലും നാണിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു കലാപം, ആസൂത്രിതമായ കലാപം. അങ്ങനെ പറയാൻ കാരണം അവിടെ നടന്നിരിക്കുന്ന എല്ലാ നാശനഷ്ടങ്ങളും, എല്ലാ തീവെപ്പുകളും, എല്ലാ തകർക്കലും ഒരുപോലെ നടന്നതാണ്. ഒരു വ്യത്യാസവുമില്ല. വളരെ ട്രെയിൻ ചെയ്ത, പരിശീലനം നേടിയവരാണ് ഏതാണ്ട് മണിക്കൂറുകൾ കൊണ്ട് ആ പ്രവൃത്തി അവിടെ പൂർത്തീകരിച്ചത്. പലരും പറഞ്ഞു 300 പണിക്കാരുണ്ടെങ്കിൽ അവർക്ക് കരാറ് കൊടുത്താൽ ഈ സമയം കൊണ്ട് ഇത്രയും വീടുകൾ തകർക്കാൻ കഴിയില്ല. അപ്പൊ വളരെ പരിശീലനം നേടിയ, നേരത്തെ തന്നെ ആസൂത്രണം ചെയ്ത, പല പദാർത്ഥങ്ങളും കൈവശം വെച്ച, പല സ്ഫോടന സാമഗ്രികളും കൈവശം വെച്ച ക്രിമിനലുകളാണ് അവിടെ വീടുകൾ കൊള്ളയടിച്ചതും അതേപോലെ തന്നെ അവിടെ അഗ്നിക്കിരയാക്കുകയും തകർത്തതും. ആദ്യം അവർ ചെയ്തത് അവിടെ ഉണ്ടായിരുന്ന, വീടുകൾ ഉണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ അത് കിണറ്റിൽ കൊണ്ടുപോയിട്ടു. കാരണം വീട് കത്തിക്കഴിഞ്ഞാൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിയാൽ ഈ കൃത്യം നിർവഹിക്കുന്നവർക്കും ചിലപ്പോൾ അപകടം പറ്റും. അത് നല്ല ബോധ്യമുണ്ടായിരുന്നു. എല്ലാ വീട്ടിലും ഗ്യാസ് സിലിണ്ടർ കുറ്റി കാണാം. പിന്നെ ചെയ്തത് അവിടെയുള്ള വാട്ടർ കണക്ഷൻ മുഴുവൻ വിച്ഛേദിച്ചു, അടിച്ചു തകർത്തു. പിന്നെ അങ്ങോട്ട് നരനായാട്ടാണ്. അതും നടക്കുന്നത് പിഞ്ചു കുട്ടികൾ, അതിൽ തന്നെ ചില രോഗികളായ കുട്ടികൾ, ആ കുട്ടികളുടെയും വയോധികരായ രോഗികളായ ആൾക്കാർ, ആണുങ്ങൾ, പെണ്ണുങ്ങൾ, അവരുടെ മുൻപിൽ വെച്ച് സ്ത്രീകൾ, ഭർത്താക്കന്മാർ, നാട്ടിലില്ലാത്ത ആൺമക്കൾ, വലിയ ആൺമക്കൾ നാട്ടിലില്ലാത്ത
ഒരു സഹായത്തിന് വേണ്ടി അഭ്യർത്ഥിച്ച് കഴിഞ്ഞാൽ ഓടിയെത്താൻ സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിലുള്ള കുറെ മനുഷ്യ ജീവികളുടെ മുമ്പിൽ വെച്ച് വീടുകൾ ചുട്ടിരിക്കുകയാണ്. എന്തായിരിക്കും അവസ്ഥ? മരണം മുന്നിൽ കണ്ടുകൊണ്ട് അവിടെ ആ സമയത്തുണ്ടായിരുന്നവർ അനുഭവിച്ച വേദനകൾ, അതിൻ്റെ ഗൗരവം ഭരണകൂടത്തിന് മനസ്സിലാവുമോ? ഇവിടെയുള്ള പോലീസ് സംവിധാനത്തിന് മനസ്സിലാവുമോ? എങ്കിൽ മനസ്സിലാവുമെങ്കിൽ 6 കോടി കൊണ്ട് തീരുന്നതല്ല അതിൻ്റെ നഷ്ടപരിഹാരം. ഇപ്പോൾ നിരപരാധികളാണ് പോലും പിടിക്കപ്പെടുന്നത്. അപരാധികൾ വരട്ടെ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതൃത്വത്തോട് ആവശ്യപ്പെടുകയാണ്, എല്ലാ പാർട്ടികളുടെയും, നിങ്ങൾ അപരാധികളെ കൊണ്ടുവരൂ. മോഷ്ടിക്കപ്പെട്ട മുതലുകൾ, സ്വർണങ്ങൾ, അതൊക്കെ കൊണ്ടുവരൂ. കീഴടങ്ങൂ. ചമ്പൽ കൊള്ളക്കാർ വരെ കീഴടങ്ങിയ മണ്ണാണ് രാജ്യത്ത് ഈ ഇന്ത്യ രാജ്യം. നിങ്ങൾ കീഴടങ്ങൂ, ഞങ്ങൾ പുറത്തു തരാം. അങ്ങനെ പൊറുത്ത പാരമ്പര്യമുള്ള ഒരു സമുദായത്തിന്റെ വക്താക്കളാണ് ഞങ്ങൾ. നിരപരാധികൾ ശിക്ഷിക്കപ്പെടണമെന്ന് ഒരിക്കലും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. മോഷ്ടിച്ച മുതലുമായി നിങ്ങൾ വരൂ. അല്ലാതെ 1.5 കോടി കൊണ്ടും 6 കോടി കൊണ്ടും തീരുന്നതല്ല ഞങ്ങളുടെ നഷ്ടം. അത്രമാത്രം മാനസികമായി പീഡനം അനുഭവിച്ച, കാലാകാലങ്ങളോളം മനസ്സിൽ ഒരു തീപ്പൊരിയായി, വേദനകളായി ഈ പിഞ്ചുകുട്ടികൾ അവരുടെ മരണം വരെ നിലനിർത്തിപ്പോരേണ്ട ആ ഓർമ്മകൾ, അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും? ഏത് ചികിത്സ കൊണ്ട് മാറ്റാൻ പറ്റും? എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ ഭിന്നിപ്പിക്കുന്നത്? അയൽപക്കത്തെ മോഹനനും ബാലകൃഷ്ണനും എല്ലാം ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരല്ലേ? BJP-യിലേക്ക് കൊഴിഞ്ഞുപോക്ക് തടയണം പോലും. SDP-യിലേക്കുള്ള കൊഴിഞ്ഞുപോക്ക് തടയണം. SDP-യിലേക്ക് ആള് കൂടുന്നുണ്ട് പോലും. ശരിയാണോ? ഞാനിങ്ങോട്ട് വരുമ്പോൾ ശരിയാണ്. ആ ഉത്തരം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. കാരണം ഈ സംഭവം നടന്നത് മുതൽ ഞാനും നിരീക്ഷിക്കുകയായിരുന്നു. ഈ സംഭവത്തോട് വളരെ പക്വതയോടും ഒരാവേശവുമില്ലാതെ, വൈകാരികയില്ലാതെ ഇതിനോട് അനുഭാവം കാണിച്ചുകൊണ്ട് പ്രതികരിക്കുകയും പണിയെടുക്കുകയും ചെയ്ത ഏക രാഷ്ട്രീയ പ്രസ്ഥാനം നിലക്ക് ഞാൻ ഈ പ്രസ്ഥാനത്തെ ബഹുമാനിക്കുക. നിങ്ങളും തെറ്റിദ്ധരിക്കപ്പെട്ടവരാണ്. നിങ്ങൾക്കെതിരെ പ്രചരണങ്ങളുണ്ട് ഒരുപാട്. നിങ്ങൾ വർഗീയവാദികളാണ്, തീവ്രവാദികളാണ്. എന്നോട് ചില സുഹൃത്തുക്കളൊക്കെ, രാഷ്ട്രീയ നേതാക്കന്മാർ വിളിച്ചു ചോദിച്ചു, നീ ആ പരിപാടിക്ക് പോവുകയാണോ? അവർ കുഴപ്പക്കാരല്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ പോകും. എൻ്റെ നാദാപുരത്തിൻ്റെ ചിത്രം ഞാൻ കിട്ടാവുന്ന വേദികളിലൊക്കെ ഉറക്കെ പറയും. എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ഇപ്പോൾ അംഗത്വമില്ല, ഞാനിപ്പോൾ പോന്നുമില്ല. എനിക്കത് പറയേ മതിയാവും. അതിനുവേണ്ടി എന്ത് നഷ്ടപ്പെട്ടാലും എനിക്കൊരു പ്രശ്നമല്ല. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ഞാൻ മുസ്ലിം ലീഗുകാരനായിരുന്നില്ല. എൻ്റേത് ഒരു കോൺഗ്രസ് കുടുംബമാണ്. പക്ഷേ മുസ്ലിം ലീഗ് നേതാക്കന്മാരെ എനിക്ക് വളരെ ബഹുമാനമാണ്. ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബ്, സീതി സാഹിബ്, ബാഫക്കി തങ്ങൾ, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അവരുടെയൊക്കെ പേരുകൾ കേൾക്കുമ്പോഴും അവരുടെയൊക്കെ ജീവിതങ്ങൾ നമ്മൾ അറിയുമ്പോഴും ഒരുപാട് അഭിമാനം നമുക്കും തോന്നാറുണ്ട്. അവരിൽ നിന്നൊക്കെ ഊർജവും ശക്തിയും സ്വായത്തമാക്കിയവരല്ലേ ഇപ്പോഴുള്ള നേതാക്കന്മാരൊന്നും. അതുപോലെ എൻ്റെ പാർട്ടി, ഞാൻ വിശ്വസിച്ചിരുന്ന പാർട്ടി, സഖാവ് AKG, EMS പോലെയുള്ള അതിശക്തരായ വിപ്ലവകാരികൾ, മനുഷ്യസ്നേഹികൾ, അവരിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടുകൊണ്ടല്ലേ CPM ഇപ്പോൾ ചലിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ നാട് 1974 മുതൽ 4 പതിറ്റാണ്ട് കാലം അനുഭവിച്ച വേദനകൾ പറഞ്ഞാൽ തീരുകയില്ല.
ഒരു ഡസനിലേറെ പേർ ഏതാണ്ട് ബോംബ് നിർമ്മാണത്തിന്റെ ഭാഗമായി അവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. നീതു എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ മരണം, ആ മരണം മാത്രം മതി മനസാക്ഷിയുള്ളവനെ നൊമ്പരപ്പെടുത്താൻ. വീട്ടിൽ ഉണ്ടാക്കിയ ബോംബ് കയ്യിലെടുത്ത് അറിയാതെ കളിച്ചു പോയതിൻ്റെ പേരിൽ ആ കുട്ടി ബോംബ് സ്ഫോടനത്തിൽ കൊല ചെയ്യപ്പെട്ടു. പെട്ടെന്ന് തന്നെ അത് മറ്റൊരു സംഭവമാക്കി മാറ്റാൻ ശ്രമിച്ചെങ്കിലും വളരെ ഉത്തരവാദിത്തമുള്ള പോലീസ് സംവിധാനം അതിനെ പെട്ടെന്ന് തന്നെ കണ്ടെത്തുകയും ആ സംഭവത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്തുകൊണ്ട് പിന്നീട് അങ്ങോട്ടൊരു കലാപം അവിടെ നടന്നില്ല. അങ്ങനെ ഒരുപാട് സ്വന്തം പണിശാലയിൽ വെച്ചും ബോംബുകൾ കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായും ഒരു ഡസനിലേറെ പേർ കൊല ചെയ്യപ്പെട്ട, വധിക്കപ്പെട്ട ഒരു മണ്ണാണ് നാദാപുരത്തിൻ്റെത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വന്ധ്യവയോധികരായവർ, ദിവാകരെ പോലെയുള്ള രോഗികൾ, യൂസുഫ് ഹാജിയെ പോലെയുള്ള വന്ധ്യവയോധികർ, മൊയ്തു ഹാജിയെ പോലെയുള്ളവർ ഉറങ്ങിക്കിടക്കുമ്പോൾ കൊല ചെയ്യപ്പെട്ട മണ്ണാണത്. ആ മണ്ണിന്റെ രോദനം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അവിടെയുള്ള കണ്ണീർ ഇപ്പോഴും വറ്റാതെ കിടക്കുകയാണ്. എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയില്ല. ഈ 78 കുടുംബങ്ങളും തിരിച്ചിതുവരെ വന്നിട്ടില്ല. ഒരു മാസത്തിലേറെയായി. സർക്കാർ പുനരധിവാസ പദ്ധതി പ്രഖ്യാപിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു സാമാന്യ മര്യാദക്ക് ഒന്ന് വൃത്തിയാക്കാനെങ്കിലും ഒരു ചെറിയ സംഖ്യയെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അനുവദിക്കാമായിരുന്നു. അദ്ദേഹം കണക്ക് നോക്കാതെ സഹായിക്കുന്ന വ്യക്തി എന്നല്ലേ പറയാറുള്ളത്? ജനസമ്പർക്ക പരിപാടി. ഉദ്യോഗസ്ഥന്മാർക്ക് കണക്ക് നോക്കാൻ അറിയാത്തത് കൊണ്ട്, അവർ താല്പര്യം കാണിക്കാത്തത് കൊണ്ടല്ലേ അദ്ദേഹം ജനസമ്പർക്ക പരിപാടിയിൽ ലക്ഷങ്ങൾ എഴുതി കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന മുഖ്യമന്ത്രി ചെയ്യേണ്ടിയിരുന്നത് കണക്ക് നോക്കാതെ ഈ പ്രയാസം അനുഭവിക്കപ്പെട്ട, ഈ ആക്രമിക്കപ്പെട്ട, അഭയാർത്ഥികളാക്കപ്പെട്ട ഈ വിഭാഗങ്ങൾക്ക് കൊടുക്കുകയല്ലേ വേണ്ടത്? നിങ്ങളുടെ 2 ഡിപ്പാർട്ട്മെന്റുകൾ പരസ്പര വിരുദ്ധമായ റിപ്പോർട്ടുകളാണ് കൊടുത്തത്. റവന്യൂ വകുപ്പും PWD ബിൽഡിംഗ് സെക്ഷനും. അവരുടെ കണക്കിൽ തന്നെ വൈരുദ്ധ്യങ്ങളാണ്. ഈ കണക്ക് വെച്ചുകൊണ്ടാണോ അവിടെയുള്ള ഇവരെ സഹായിക്കുന്നത്? 40 കോടിയിലധികം വരുന്ന നഷ്ടമാണ് ആ മണ്ണിൽ ഉണ്ടായത്. പിരിവെടുക്കുക പോലും. പെട്ടെന്ന് തന്നെ KMCC പറഞ്ഞു, പിരിവ് ഞങ്ങൾ എടുക്കും, 40 കോടി രൂപ നമ്മൾ ഗൾഫിൽ നിന്ന് ഉണ്ടാക്കും, എന്നിട്ട് എല്ലാവർക്കും പുര കൊടുക്കും. ഇത് കേട്ട് അവിടെയുള്ള പാവപ്പെട്ട ഈ വീടുകൾ നഷ്ടപ്പെട്ടവർ വളരെ ആകാംക്ഷയോടെ, പ്രതീക്ഷയോടെ കാത്തുനിന്നു. അപ്പോൾ മറ്റ് സംഘടനകൾ, ആളുകൾ പോയി ബന്ധപ്പെടുമ്പോൾ ആരെയും അടുപ്പിക്കുന്നില്ല. കാരണം 40 കോടിയല്ലേ വരാൻ പോകുന്നത്. അത് നഷ്ടപ്പെടുത്തി SDPIക്കാരൻ്റെ കൂടിയും അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിക്കാരൻ്റെയും കൂടെ നിന്നാൽ ആ 40 കോടി നഷ്ടപ്പെടുമല്ലോ എന്ന് ഓർത്ത് അവിടെയുള്ള പാവപ്പെട്ട ഈ ഇരകൾ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു, നിങ്ങൾ ആരും പിരിക്കണ്ട, പിരിവ് ഞമ്മളേറ്റ്. എത്ര കോടി പിരിക്കും ഇതിന്റെ പേരിൽ? വല്ല കണക്കും ഉണ്ടാവോ? എന്തൊക്കെ പദ്ധതികൾ, എന്തൊക്കെ ഡീലിങ്സ്, എന്തൊക്കെ പരിപാടികൾ, അതുമായി ഏതൊക്കെ ഉന്നതർ നിങ്ങളുടെ ഓഫീസിലേക്ക് വരും? നിങ്ങൾ ചോദിക്കൂലേ? ഒരു 25 lakhs അവിടെ വേണം. പെട്ടെന്നൊരു പ്രശ്നമുണ്ട്, ഒരു 50 ലക്ഷം, 1 കോടി, വല്ല കണക്കും ഉണ്ടാവോ? 100 കോടിയെങ്കിലും നിങ്ങൾ ഇതിന്റെ പേരിൽ പിരിച്ചിട്ടുണ്ടാവും. അവിടെയും ഞങ്ങളെ പറ്റിക്കുകയാണ്. ഉണ്ടാവില്ലേ? അങ്ങനെ പിരിക്കാത്തവരോ ഉണ്ടാക്കാത്തവരാണോ ഭരിക്കുന്നത് ഇവിടെ? അങ്ങനെയാണോ? എത്രയെത്ര അഴിമതികൾ, എത്രയെത്ര കഥകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഡൽഹിയിലെ മണ്ണ് നമ്മൾ കണ്ടതല്ലേ, എല്ലാം മാറ്റി എഴുതി. പരമ്പരാഗത രാഷ്ട്രീയത്തിനെതിരെ പുതിയൊരു സന്ദേശവുമായി ആം ആദ്മി പാർട്ടി ഡൽഹിയിലെത്തി. അത് ഇടതുപക്ഷത്തിന്റെ ഒരു സാധ്യതയായിരുന്നു യഥാർത്ഥത്തിൽ. അത് കളഞ്ഞു കുളിച്ചില്ലേ? ബംഗാളിൽ നശിപ്പിച്ചു, കേരളത്തിലും അത് നശിപ്പിക്കാൻ പോവുകയാണ്. അത്രമാത്രം സുഖ സൗകര്യങ്ങളല്ലേ ഇന്ന് പാർട്ടി നേതാക്കന്മാർക്കും പാർട്ടി സംവിധാനത്തിനുള്ളത്? AC ഇല്ലാത്ത ഏതെങ്കിലും ഒരു നേതാവുണ്ടോ ഇന്ന് പാർട്ടിയിൽ? വാഹനമില്ലാത്ത ഏതെങ്കിലും ഒരു നേതാവുണ്ടോ? ബസ്സിൽ പോവോ ഏതെങ്കിലും നേതാവ്? പോവില്ലല്ലോ. സുഖ സൗകര്യങ്ങൾക്ക് പണം വേണം, അതിന് പിരിവെടുക്കണം, അതിന് കാരണങ്ങൾ വേണം, ജനങ്ങൾ തമ്മിലടിക്കണം, മതവിദ്വേഷം വളർത്തണം, വലിയ വലിയ കോർപ്പറേറ്റുകളെ സഹായിക്കണം. അത് ഇടതും വലതും ഒരുപോലെ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കേരളത്തിൽ കാണുന്നത്.
അവിടെയാണ് നേരത്തെ ഗഫൂർ പറഞ്ഞ പോലെ നവരാഷ്ട്രീയത്തിന്റെ പ്രസക്തി. ചിന്തിക്കുന്ന ജനങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. എൻ്റെ നാടിൻ്റെ നെടുവീർപ്പ് ഇപ്പോഴൊന്നും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശാന്തിയും സമാധാനം ഉണ്ടാക്കേണ്ട പ്രവർത്തനത്തിലാണ് ഞങ്ങളെല്ലാവരും അവിടെ. പക്ഷേ അവരെ ആദ്യം അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട പാവങ്ങൾ അവിടെ പുനരധിവസിപ്പിക്കണം. എന്നിട്ട് മതി ഡാൻസൊക്കെ. ആരെ മുമ്പിലാണ് ഈ ഡാൻസ്? അവരവിടെ പുനരധിവസിപ്പിച്ച് അവർക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് പ്രവാസികൾ വിളിക്കുന്നു. പാവപ്പെട്ട പ്രവാസികൾ അവിടെ 16 മണിക്കൂർ ജോലി ചെയ്യുന്ന പാവപ്പെട്ടവർ അവിടെ നിന്ന് വിളിച്ചു ചോദിക്കുന്നു. സലാം എന്നോട് കഴിഞ്ഞ ദിവസം ഓൺലൈൻ ഫേസ്ബുക്കിലൂടെ ചോദിച്ചു, ഞങ്ങളെങ്ങനെ മനസ്സമാധാനത്തോടു കൂടി ഇവിടെ കഴിയും? ഞങ്ങൾക്ക് എന്താണ് സംരക്ഷണം? ഞങ്ങളുടെ വീടുകളിലെ പൂട്ടുകൾക്ക്, കൊളുത്തുകൾക്ക് ഇതിനെ നേരിടാനുള്ള ബലമുണ്ടോ? അതൊരു സാമൂഹിക സുരക്ഷയുടെ ഭാഗമായിട്ടില്ലേ നമ്മുടെ വീടുകൾ ഇന്ന് കഴിയുന്നത്? പോലീസിന്റെ സംരക്ഷണത്തിലാവേണ്ടേ നമ്മുടെ നാട് ശാന്തമായി ഉറങ്ങേണ്ടത്? അതൊക്കെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു നാദാപുരത്തിന്റെ മണ്ണിൽ. എന്നാലും എല്ലാം സഹിച്ചും പുറത്തും കൊണ്ട് അവിടെ സമാധാനം പുലരണമെന്നാണ് വളരെ നിഷ്കളങ്കമായി എനിക്കും നിങ്ങൾക്കും പറയാനുള്ളത്. എല്ലാം മറക്കണം, എല്ലാം പൊറുക്കണം. ഇതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയൊരു നല്ലൊരു നാദാപുരം തീർച്ചയായും നമ്മുടെ മണ്ണിൽ, നാദാപുരത്തിന്റെ മണ്ണിൽ പുതിയൊരു കാലഘട്ടം വിരിയണം. അതിനു പറ്റിയ ശക്തമായ ഇടപെടലുകൾ ഈ ഇവിടെ ഇരിക്കുന്ന പ്രബുദ്ധരായ, ആർജവമുള്ള, കരുത്തരായ നിങ്ങളുടെ ഭാഗത്തു നിന്നെങ്കിലും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ അവസരം നൽകിയതിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. ജയ് ഹിന്ദ്. സമയം അതിക്രമിച്ചിരിക്കുന്നു. അഡ്വക്കേറ്റ് ഫാറൂഖി മുഹമ്മദ്, പി കെ അബ്ദുൽ ലത്തീഫ്, നസറുദ്ദീൻ സാഹിബ് എളമരം തുടങ്ങിയവർ നമ്മോട് സംസാരിക്കാൻ ചുരുങ്ങിയ വാക്കിൽ നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി കോഴിക്കോട് ജില്ലാ MES സെക്രട്ടറി പി കെ അബ്ദുൽ ലത്തീഫ് സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള സഹൃദയരെ, പ്രപഞ്ചനാഥന്റെ അനുഗ്രഹം എല്ലാവരിലും എപ്പോഴും വർഷിക്കുമാറാകട്ടെ. MESന്റെ സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ ഫസൽ ഗഫൂർ പങ്കെടുക്കേണ്ട ഒരു ചടങ്ങാണിത്. അദ്ദേഹത്തിന് അടിയന്തരമായി എറണാകുളത്ത് ഒരു മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടത് കൊണ്ടാണ് എന്നെ ഇതിലേക്ക് അയച്ചത്. നാദാപുരം ഇരകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന STPI സംഘടിപ്പിച്ച ഈ പരിപാടിക്ക്, ഈ ചടങ്ങിന് MESന്റെ അഭിവാദ്യങ്ങൾ ആദ്യമായി അർപ്പിക്കട്ടെ. STPI ഈ കാര്യത്തിൽ ഒരു കാര്യം കൂടെ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അമ്രവും ഷൂറ ബൈനവും, മൂമിനീങ്ങൾ, നല്ല മനുഷ്യർ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. എല്ലാ സമുദായത്തിലെ അല്ലെങ്കിൽ സമൂഹത്തിലെ ബാസുവേട്ടനെയും അതേപോലെ തന്നെ മനോജിനെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നല്ല മനുഷ്യരുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ഇതുപോലുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ ചർച്ച ചെയ്യണമെന്നാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. അതേപോലെ തന്നെ മറ്റൊരു പ്രസംഗത്തിനൊന്നും പ്രസക്തിയില്ല. കാരണം നാദാപുരത്ത് ഹൃദയവേദകമായ രംഗങ്ങൾ സലാം വളരെ വിശദമായി പറയുകയും അതേപോലെ തന്നെ അതിനു മുമ്പ് വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും ചർച്ച ചെയ്യുകയും ചെയ്ത സ്ഥിതിക്ക് ഇവിടെ ഇനി നമുക്ക് പറയാനുള്ളത്, ഈ രാഷ്ട്രീയ നേതൃത്വത്തിനായാലും ഭരണകൂട നേതൃത്വത്തിനായാലും ഇപ്പോൾ പ്രഖ്യാപിച്ച 6 കോടിക്കായാലും എനിബഡി ക്യാൻ ചീറ്റ് വൺ, ബട്ട് ഡോണ്ട് തിങ്ക് ദാറ്റ് വൺ ക്യാൻ ചീറ്റ് എവരിബഡി ഫോർ ഓൾ ടൈംസ്. ഒരാളെ ഒരിക്കൽ പറ്റിക്കാനും എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ കഴിയില്ല എന്ന് ഈ യുവത്വത്തിന്റെ ഈ നേതൃത്വം നിങ്ങൾ ഒരു കാഹളമായിട്ട് ഈ സമൂഹത്തിന് മുഴക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് MES സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ ഫസൽ ഗഫൂറിന്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. സുഹൃത്തുക്കളെ, വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈ പരിപാടി അവസാനിക്കും. ഇത്രയും നേരം സഹകരിച്ച നിങ്ങൾ അല്പനേരം കൂടെ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അടുത്തതായി സുന്നി യുവജന ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഫാറൂഖി മുഹമ്മദ് സാഹിബ് സംസാരിക്കും.
സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലുൽ കരീം അലൈഹി വസല്ലം. പരിപാടിയുടെ അധ്യക്ഷൻ, പ്രിയപ്പെട്ട വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ ഭവിഷ്ഠരായ ആളുകളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാദാപുരത്തിൻ്റെ നൊമ്പരം നമ്മളിവിടെ ഏതാണ്ടൊക്കെ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഒരു നാടനുഭവിക്കുന്ന വേദനയുടെ 40 വർഷങ്ങളെ അനുഭവിക്കുന്ന മനസ്സിനകത്ത് കൊണ്ടു നടക്കുന്ന നൊമ്പരത്തിൻ്റെ ശരിയായ വാദ്യ ആവിഷ്കാരമായിരുന്നു ഇവിടെ നടന്നത്. ഈ വേദന കഴിഞ്ഞ ജനുവരി 22 നടന്ന സംഭവങ്ങളുടെ ശേഷം നാദാപുരത്ത് താമസിക്കുന്ന ആളുകളുടെ പൊതുവികാരം പത്രങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ബഹുമാന്യരായ രാമദ് മുഹമ്മദ് കോയത്തങ്ങൾ, സെയ്ദ് മുഹമ്മദ് കോയത്തങ്ങൾ അവറുകളും, അതുപോലെ സുന്നി യുവജന ഫെഡറേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് കൊടക്കൽ സഖാഫ് തങ്ങളും മറ്റു കുഞ്ഞാലി മുസ്ലിയാർ അടക്കമുള്ള ആളുകൾ അവിടെ ആളുകളുടെ ക്യാമ്പ് സന്ദർശിക്കുകയും വളരെ ശക്തമായ നിലയിൽ കേരളത്തിൽ നിലനിൽക്കുന്നൊരു നിയമവ്യവസ്ഥ നിലനിൽക്കുന്നു എന്ന വിധം സംശയിക്കാവുന്ന വിധത്തിലുള്ള പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും ഭാഗത്തു നിന്നുണ്ടായ കടുത്ത അവഗണനയുടെയും കടുത്ത അനീതിയുടെയും ചിത്രം അപ്പോൾ തന്നെ മനസ്സിലാക്കി കേരളത്തിലെ ആഭ്യന്തരമന്ത്രി രാജിവെക്കണം എന്ന് ശക്തമായി ആവശ്യപ്പെടുകയും ചെയ്ത പ്രസ്ഥാനത്തിന്റെ ആളാണ്. ഏത് നാട്ടിലും സംഭവിക്കാവുന്ന സംഗതികൾ, ഗൂഢശ്രമങ്ങളിലൂടെ ഏതാനും ചില ക്രിമിനലുകളെ ഉപയോഗിച്ചുകൊണ്ട് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തും നടപ്പാകാവുന്ന വിധത്തിലുള്ള ഒരു വെള്ളരിക്ക പട്ടണമായി കേരളം മാറുമോ എന്ന് നമ്മൾ ശങ്കപ്പെടേണ്ടതുണ്ട്. നാദാപുരം പോലുള്ള സംഭവങ്ങൾ കാണുമ്പോൾ പരസ്പരം മൈത്രിയിലും പരസ്പരം സാഹോദര്യത്തിലും മതേതരത്വം കാത്തുസൂക്ഷിച്ചുകൊണ്ട്, മതസൗഹാർദ്ദം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ തീപ്പൊരി കൊണ്ടുണ്ടാക്കാവുന്ന ചില കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കും എന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ കൂടി നാദാപുരം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. SDPI ജനങ്ങളുടെ നൊമ്പരം പങ്കുവെക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സംഭവം നടത്തുമ്പോൾ വേദന അനുഭവിച്ച അവിടുത്തെ ആളുകളുടെ വികാരങ്ങളെ ഉൾക്കൊള്ളാൻ, അതിന്റെ ചിന്താമണ്ഡലങ്ങളെ വിശകലനം ചെയ്യാൻ കേരളത്തിലെ പൊതുസമൂഹം തയ്യാറാവേണ്ടതുണ്ട്. രാഷ്ട്രീയക്കാർക്ക് അവരുടെ ലക്ഷ്യങ്ങൾ നേടാൻ സാധിക്കും. അതിന് ഏത് നിഗൂഢമായ ശ്രമങ്ങളും നടത്തും എന്നുള്ളതിന് കേരളം തന്നെ സാക്ഷിയാണ് നിരവധി സംഭവങ്ങളിലൂടെ. എന്നാൽ ഇനിയൊരു സംഭവം അങ്ങനെ ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്, പൊതുസമൂഹത്തിന്റെ ബാധ്യതയാണ്. ആ ഒരു ബാധ്യതയ്ക്ക് നമ്മൾ മുന്നിട്ടിറങ്ങേണ്ടതുണ്ട്. നാദാപുരം മതസൗഹാർദ്ദത്തിന്റെ നാടായിരുന്നു. കേളികട്ട് ഞാൻ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ വീരാളി പട്ടുടുത്ത് നിയമത്തിനും നീതിക്കും ധാർമ്മികതയ്ക്കും വേണ്ടി നിലകൊണ്ട് തച്ചോളിയോധനന്റെയും അതിനുശേഷം മുസ്ലിം ജനസമൂഹത്തിന്റെ സാംസ്കാരികമായ അടിത്തറ ഉണ്ടാക്കാൻ കെൽപ്പുള്ള പണ്ഡിതന്മാരെ വാർത്തെടുത്ത പൂച്ചാക്കുലോറയും കിടങ്ങയോറയും ഒക്കെ പോലെയുള്ള മഹാരഥന്മാരെ വാർത്തെടുത്ത നാദാപുരത്തെ കിയന കുഞ്ഞബ്ദുള്ള മുസ്ലിയാരിലൂടെ തുടർന്നു പോരുന്ന ഒരു സാംസ്കാരിക പാരമ്പര്യം പിന്തുടരുന്ന ആ നാടിന്റെ സാംസ്കാരിക പാശ്ചാത്യത്തിലെ കറുത്ത പുള്ളിയായി ഈ ജനുവരി 22-നെയും 23-നെയും സംഭവം മാറിയിട്ടുണ്ട് എന്നുള്ള വസ്തുത നമുക്ക് മറക്കാൻ സാധിക്കില്ല. ഈ ഒരു കൂട്ടായ്മ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കേണ്ടത് കേരളത്തിലെ സാധാരണക്കാരന് കിട്ടേണ്ടുന്ന നീതി വ്യവസ്ഥകൾ, ഇന്ത്യയിലെ നിയമവ്യവസ്ഥയെ പോലുള്ള ക്രമമായ സൂക്ഷ്മമായ നിയമവ്യവസ്ഥയിലുള്ള വേറെ രാഷ്ട്രങ്ങളില്ലാതെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എത്ര സൂക്ഷ്മമായ എന്തിനും നിയമങ്ങളുള്ള ഒരു നാട് എന്നാൽ നടപ്പിലാക്കാനുള്ള കെൽപ്പുള്ള ഭരണാധികാരികളുടെ അഭാവമാണ് നാദാപുരത്തെ ഈ സംഭവങ്ങൾ ഇത്രയും വഷളാക്കിയത് എന്ന് സത്യം മറച്ചു വെച്ചുകൂടാ. ആഭ്യന്തരമന്ത്രി അടക്കമുള്ള തലപ്പത്തുള്ള ആളുകൾ ഇതിന് മറുപടി പറയേണ്ടതുണ്ട്. വരാൻ പോലും താമസിക്കുകയും ആ പ്രദേശത്ത് ഒരുമിച്ച് അന്ന് സന്ദർശിക്കുന്ന ദിവസം ആ പ്രദേശത്തുണ്ടാക്കിയ ഒരു ഹർത്താലിനെ പേടിച്ച് മാറിപ്പോവുകയും ചെയ്ത ഒരു ഭരണകൂടത്തെ ലജ്ജാകരം എന്നല്ലാതെ നമ്മൾ എങ്ങനെയാണ് വിശേഷിപ്പിക്കുക? ലജ്ജാകരമായ പ്രവൃത്തിയല്ലാതെ എങ്ങനെ വിശേഷിപ്പിക്കുക? പേരിന് മാത്രം കേരളത്തിൽ വേറുള്ള ഒരു പ്രസ്ഥാനത്തെ നിങ്ങൾ മനസ്സിലാക്കണം. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഈ പ്രസ്ഥാനത്തെ BJP എന്ന കേന്ദ്രത്തിൽ ഭരണം നടത്തുന്ന പ്രസ്ഥാനത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനാണ് നിങ്ങളുടെ ഈ ശ്രമങ്ങൾ, നിങ്ങളുടെ ഈ ഗൂഢശ്രമങ്ങൾ. അതിനാണ് വളം വെക്കുക എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവണം എന്ന് ഇവിടെ വെച്ച് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്റെ പ്രസ്ഥാനം വേദനിക്കുന്ന അവിടെ നിവസിക്കുന്ന പുറത്താക്കപ്പെട്ട 73 കുടുംബങ്ങളിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ആളാണ്. ആ വേദന അനുഭവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ
STP അല്ല ആരായാലും വേദനിക്കുന്നവർ കൂടെ നിൽക്കുന്നവരോടൊപ്പം ആ വേദന പങ്കുവെക്കാനും അതിന് മുന്നിൽ നിൽക്കാനും ഞങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രം ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഈ വേദിക്ക് എനിക്ക് അവസരം തന്നവർക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും. ശാന്തിക്കൊരു നാദാപുരം എന്ന CD-യുടെ സംവിധാനം ഷറഫ്, അടുത്തതായി നിങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കുന്നതിന് വേണ്ടി SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി നസറുദ്ദീൻ എളമരം അവരുടെ മുമ്പ് പ്രമേയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി മുസ്തഫ കൊമ്മേരി അവരെ ക്ഷണിക്കുന്നു. നാദാപുരത്ത് ശാശ്വത പരിഹാരത്തിന് പൗരസമൂഹം ഇടപെടുക. കേരളത്തിലെ മറ്റു പ്രദേശങ്ങളെപ്പോലെ വ്യത്യസ്ത സമുദായത്തിൽപ്പെട്ട നാദാപുരത്തെ ജനങ്ങളും പരസ്പര സ്നേഹവും സൗഹൃദവും സാഹോദര്യവും കാത്തുസൂക്ഷിക്കുന്നവരാണ്. സങ്കുചിത രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളിൽ വർഗീയത ഉത്തേജിപ്പിച്ച് മുതലെടുപ്പ് നടത്തുന്ന CPM ലീഗ് നേതൃത്വങ്ങളാണ് ജനമനസ്സുകളിൽ വിഷം കലർത്തുന്നത്. നാദാപുരത്ത് നടക്കുന്നത് മൂടിവെക്കുകയല്ല, മേൽപ്പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾ പൗരസമൂഹം അറിയുകയാണ് വേണ്ടത്. പൊതുസമൂഹത്തിന്റെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാവണം. ഭരണകൂടം കക്ഷി രാഷ്ട്രീയം വെടിഞ്ഞ് ഉത്തരവാദിത്തം നിർവഹിക്കാൻ തയ്യാറാവണം. പോലീസിനെ നിഷ്പക്ഷമായി കൃത്യനിർവഹണത്തിന് അനുവദിക്കണം. കൊലയിലും കൊള്ളയിലും പങ്കുവഹിച്ച യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അപ്പോൾ മാത്രമേ വർഗീയ ക്രിമിനൽ രാഷ്ട്രീയത്തെ ഉപജീവനമായി കൊണ്ടു നടക്കുന്ന പാർട്ടികൾ നിലപാട് മാറ്റാൻ തയ്യാറാവുകയുള്ളൂ. ശക്തമായ ജനകീയ ഇടപെടലിലൂടെ മാത്രമേ നാദാപുരത്ത് ശാശ്വത സമാധാനം കൈവരുത്താനാവൂ. പരസ്പര വൈരത്തിന്റെയും വിദ്വേഷത്തിന്റെയും അക്രമത്തിന്റെയും രീതി സമാധാനം സ്ഥാപിക്കാനുള്ള വഴിയല്ലെന്ന് എല്ലാവരും മനസ്സിലാക്കണം. ഇരകൾക്കായി പ്രഖ്യാപിച്ചിട്ടുള്ള 6 കോടി നഷ്ടപരിഹാരം തികച്ചും അപര്യാപ്തമാണ്. കൃത്യമായ വിവരശേഖരണത്തിന്റെ അടിസ്ഥാനത്തിൽ നഷ്ടപരിഹാരം പുതുക്കി നിശ്ചയിക്കണം. നാദാപുരത്തെ ഈ സംഭവം കേരളത്തിൽ അവസാനത്തേതാവണമെന്നും അതിന് ജനകീയ ഇടപെടൽ ശക്തമാക്കിയേ പറ്റൂ എന്നും ഈ സമ്മേളനം ആവശ്യപ്പെടുന്നു. ഈ സമ്മേളന പ്രമേയം നിങ്ങളുടെ കയ്യടിയിലൂടെ പാസ്സായി. അടുത്തതായി SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി നസറുദ്ദീൻ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. യോഗാധ്യക്ഷൻ, വേദിയിലുള്ള മറ്റ് നേതാക്കന്മാരെ, സഹപ്രവർത്തകന്മാരെ, നല്ലവരായ നാട്ടുകാരെ, സുദീർഘമായ ഒരു പ്രസംഗത്തിന് ഇനി സമയവുമില്ല, പ്രസക്തിയുമില്ല. എൻ്റെ മുഴുവൻ വാക്കുകളെയും എൻ്റെ മുഴുവൻ ആശയങ്ങളെയും സഹോദരൻ അബ്ദുസലാം ചോർത്തിക്കളഞ്ഞിരിക്കുന്നു. എനിക്ക് പറയാൻ കഴിയുന്നില്ല. ഇപ്പോ നമുക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് എൻ്റെ നാട്ടുകാരൻ എളമരം കരീം സർവകക്ഷി യോഗത്തിൽ വെച്ച് നാദാപുരത്തേക്ക് ഇനി ആരും വരാൻ പാടില്ല എന്ന് പറഞ്ഞത്. അത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉടനെ അത് അംഗീകരിച്ചു കൊടുത്തതും എന്തുകൊണ്ടായിരുന്നു എന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായി. ജനങ്ങള് നാദാപുരത്ത് നടന്നത് അറിഞ്ഞാൽ ഈ കച്ചവടം മുഴുവൻ പൊളിയും. ഇത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഒരു പ്രചാരണമായി ഏറ്റെടുത്തപ്പോൾ മുട്ടുശാന്തിക്ക് വേണ്ടി ചില ഒപ്പിക്കലൊക്കെ തുടങ്ങി. നേരത്തെ സലാം സൂചിപ്പിച്ച പോലെ പലരും കരുതി ഇതൊക്കെ കിട്ടാൻ പോണുള്ളതാണെന്നുള്ളത്. ഈ വഞ്ചന നടക്കുമെന്ന് നാദാപുരത്തിന്റെ ദീർഘകാല ചരിത്രം അറിഞ്ഞതുകൊണ്ട് തന്നെയാണ്
CPM എന്താണ്, മുസ്ലിം ലീഗ് എന്താണ്, UDF എന്താണ്, LDF എന്താണ്, കേരളത്തിന്റെ പോലീസ് എന്താണ് എന്ന് കൃത്യമായി അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് പുറം ലോകത്തെ ഈ വിഷയം അറിയിക്കാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ തീരുമാനിച്ചത്. ഞങ്ങളിത് പറയും, ഞങ്ങൾ ഈ ക്യാമ്പയിൻ അവസാനിപ്പിക്കില്ല. ഈ ക്യാമ്പയിൻ ഞങ്ങൾ തുടരുന്നത് നാദാപുരം കേരളത്തിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. നാദാപുരത്തിന്റെ മോഡൽ ഒത്തുതീർപ്പ് രാഷ്ട്രീയം കേരള രാഷ്ട്രീയത്തിൽ ഇനി ഉണ്ടായിക്കൂടാ. മാറാട് മുസ്ലിം ലീഗ് ഇതുപോലുള്ള കൊടിയ വഞ്ചന സമുദായത്തോട് ചെയ്തിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിന് 20 MLA-മാരും മന്ത്രിമാരും ഉള്ളതുകൊണ്ട് അല്ലറ ചില്ലറ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമെന്ന്, അവർക്ക് പരിമിതികൾ ഉണ്ടാകുമെന്ന് എന്റെ ഗുരുനാഥൻ പറഞ്ഞതിന് ഞാൻ തന്നെ മറുപടി പറയേണ്ടി വന്നത് എനിക്ക് സങ്കടം തോന്നുന്നുണ്ട്. മന്ത്രിമാർ, 20 MLA-മാർ, 5 മന്ത്രിമാർ ഉള്ളതുകൊണ്ട് ഈ സമുദായത്തിന് ബാധ്യതയല്ലാതെ ഭാരമല്ലാതെ ഈ 4.5 വർഷം കൊണ്ടൊന്നും ഉണ്ടായിട്ടില്ല. സമയം അതിക്രമിച്ചതുകൊണ്ട് എണ്ണിക്കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ വളരെ നിസ്സാരമായത്, വളരെ മിനിമം കാര്യം, മുസ്ലിം സമുദായത്തിന്റെ പേരുപയോഗിച്ചുകൊണ്ട്, മുസ്ലിം സമുദായത്തിന്റെ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് അധികാര കസേരയിൽ അള്ളിപ്പിടിക്കുന്ന മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിനോട് ഞാൻ മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിന്റെ ഒരു വാക്ക് മാത്രമാണ് പറയുന്നത്. CH മുഹമ്മദ് കോയ സാഹിബ് തലയിൽ തൊപ്പി വെച്ചത് ഈ സമുദായത്തിന് വേണ്ടിയായിരുന്നു. CH മുഹമ്മദ് കോയ സാഹിബ് തലയിൽ നിന്ന് തൊപ്പിയേറിയിട്ടുള്ളത് ഈ സമുദായത്തിന് വേണ്ടിയിട്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ പുത്രൻ ഉൾപ്പെടെയുള്ള നേതൃത്വത്തെ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ സമുദായത്തിന് ഞാനല്ലാതെ മറ്റാരുണ്ടാകുമെന്ന് ചോദിച്ച മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിന്റെ പാരമ്പര്യം ഇന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് അവകാശപ്പെടാനില്ല. ഖായിദെ മില്ലത്തിന്റെ, മെഹബൂബെ മില്ലത്തിന്റെ അവരുടെയൊക്കെ പാരമ്പര്യമുണ്ടല്ലോ. വേദനിക്കുന്ന സമുദായത്തിന്റെ കൂടെ കിടന്നിറങ്ങാതെ അവര് കലാപഭൂമിയിലേക്ക് ഓടിച്ചെന്നിരുന്ന, അവരുടെ ആശ്വാസത്തിന്റെ കൈകൾ നീട്ടിക്കൊടുത്തിരുന്ന ആ സമുദായ നേതൃത്വത്തിന്റെ കുറിച്ച് ഇനി ഒരക്ഷരം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് മിണ്ടാൻ അവകാശമില്ല എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ആ സമുദായ നേതൃത്വത്തെ സമുദായത്തിന് മുമ്പിൽ പറിച്ചുകൊണ്ട് നിൽക്കുക? ഒറ്റ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞങ്ങൾ പ്രചാരണം നടത്തുന്നത്, ഞങ്ങൾ ക്യാമ്പയിനുകൾ നടത്തുന്നത്, ഞങ്ങൾ സത്യം തുറന്നു പറയുന്നത് നിങ്ങളാരും ഭയപ്പെടേണ്ടതില്ല. ഞങ്ങൾ ആരെയും അലോസരപ്പെടുത്താനല്ല. ഈ നാട്, ഈ ജനത സമാധാനപൂർണമായ ഒരു അന്തിയുറക്കത്തിന് വേണ്ടിയാണ്. അവർക്ക് കിടന്നുറങ്ങാൻ അവസരമുണ്ടാവണം, അവർക്ക് മാനഭംഗപ്പെടുത്തപ്പെടാത്ത സാഹചര്യം ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രചാരണം നടത്തുന്നത്. ഈ പ്രചാരണം ആർക്കൊക്കെ ഉറക്കം കെടുത്തുന്നുണ്ടോ അവരെല്ലാം ഇനി ഉണർന്നെണീറ്റിരുന്ന് സമയത്ത് ഇനിയും അവസരമുണ്ട്, ഇനിയും ചെയ്യാൻ അവസരമുണ്ട്, അത് ചെയ്യുക എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാണ് നാദാപുരത്തെ ജനതയ്ക്ക് നീതി ലഭിക്കുക?
അതുവരെ ഈ പ്രസ്ഥാനം ഇത് പറയുക തന്നെ ചെയ്യും. ഈ വായ നിങ്ങൾക്ക്, ഈ ശബ്ദം നിങ്ങൾക്ക് മൂടിക്കെട്ടാൻ കഴിയുന്ന ഒന്നല്ല. ഞാൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അമരക്കാരൻ ബഹുമാന്യനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട്, എന്റെ നാട്ടുകാരനും സമാധാന യോഗത്തിൽ എല്ലാ കാര്യങ്ങൾക്കും മാനേജ് ചെയ്യാൻ മുൻകൈയെടുത്തിരുന്ന ബഹുമാന്യനായ എളമരം കരീം സാഹിബിനോടും ഒരുമിച്ച് ആവശ്യപ്പെടുന്നു, നിങ്ങൾ ഇവിടെ സലാം വിശദീകരിച്ച വിശദീകരണങ്ങൾക്ക് ഈ മുതലക്കുളത്ത് വന്ന് ഒന്ന് മറുപടി പറയാൻ തയ്യാറുണ്ടോ എന്ന് മാത്രം വിനയത്തിന്റെ ഭാഷയിൽ ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്, ജയ് സോഷ്യൽ ഡെമോക്രസി. അടുത്തതായി നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടി